ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ, എനിവേ ഒടുവിലാണ്. ഈ പ്രോഗ്രാമിന്റെ പേര് എൻഡിവർ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ എന്നാണ്. അതായത് നമുക്ക് ഏതൊരു മേഖലയിൽ വന്നാലും സാധാരണ നമ്മളൊരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ഇന്റർവ്യൂ പാസ്സായ ഒരു ജോലിക്ക് പോവുക. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, അവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആളുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മളൊരു ജോലിയിലേക്കും ബിസിനസ്സിലേക്കൊക്കെ വരിക പക്ഷേ ഈ ബിസിനസ്സിൽ മാത്രം നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ വിദ്യാഭ്യാസ ഒന്നും പ്രശ്നമല്ലാതെ, എക്സ്പീരിയൻസ് പ്രശ്നമല്ലാതെ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, കൺട്രോൾ ചെയ്യാൻ ആളില്ലാതെ നമ്മൾ കടന്നു വരുന്ന ബിസിനസ് ആയതുകൊണ്ട് വരാൻ എളുപ്പമാണെന്ന് മാത്രമല്ല പോകാൻ എളുപ്പമായ ഒരു ബിസിനസ് തന്നെയാണത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് പഠിച്ചെടുക്കുന്ന ആളുകളാണ് ഇവിടെ വിജയിക്കുന്ന ആളുകൾ. അപ്പൊ ഒരാളെ ബിസിനസ്സിൽ ജോയിൻ ചെയ്താൽ അവര് ആദ്യമായിട്ട് അറിയേണ്ട, അവര് സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ കാണുന്നുണ്ടെങ്കിൽ 3 രീതിയിൽ നമുക്ക് ഈ ബിസിനസ്സിൽ പൈസ ഉണ്ടാകും, അല്ലെ? ഒന്ന്, നമുക്ക് ഒരു ആസ് എ കസ്റ്റമർ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചുകൊണ്ട് 50% ഡിസ്കൗണ്ടിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് മണി ബാക്ക് ഗ്യാരണ്ടി മേടിച്ച് ഉപയോഗിക്കാം. ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ്. ഇത് ഇനി കുറച്ച് പേർക്ക് ഷെയർ ചെയ്തുകൊണ്ട് റീറ്റെയിൽ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെയും പൈസ ഉണ്ടാക്കാം. പക്ഷേ ഇതിനകത്ത് ബിസിനസ് എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് 9 തരത്തിലുള്ള വരുമാനങ്ങൾ തരിക, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന വീടും കാറും ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മൾ അൺലിമിറ്റഡ് ഇൻകം കിട്ടണമെങ്കിൽ, ഒരു പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യണം. ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബിസിനസ് ഓണറായിട്ട് മാറണം. ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആണ് നമ്മൾ ഈ പറയാൻ വേണ്ടി പോകുന്നത്. കാര്യം ഇവിടെ ആരും നമ്മൾ ഉണ്ടാണോ തല്ലാണോ ഒന്നുമില്ല. ഇത് നമ്മുടെ ബിസിനസ് ആയതുകൊണ്ട് ആ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണമെന്നും ആ ബിസിനസ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നും നമ്മൾ പഠിച്ചെടുത്ത് നമ്മുടെ ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് ഇത് നമ്മുടെ ബിസിനസ് ആയിട്ടും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലെവൽ ഒരു പ്രോഗ്രാമാണ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഓൾവേസ് റിമെമ്പർ, എപ്പോഴും ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ബിസിനസ്സിൽ വന്നൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓൾവേസ് റിമെമ്പർ വൈ, എന്തിനു വേണ്ടി നമ്മൾ ഈ ബിസിനസ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? എനിക്കൊരു വലിയൊരു കാറ് വേണം, ഒരു വീട് വേണം. അത് എങ്ങനെ എനിക്കൊരു വലിയ വീട് വെക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ ഒരു 1 ലക്ഷം രൂപ വരുമാനം മേടിക്കാൻ പറ്റും, എങ്ങനെ എനിക്കൊരു വിദേശ ട്രിപ്പ് പോകാൻ പറ്റും. അതിന്റെ പ്രത്യേകത ഈ ഹൗ എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. മിക്ക ആളുകളും ഈ ഹൗവിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഈ റൺവേ കൂടെ വിമാനം കിടന്ന് കറങ്ങണ പോലെ. അത് ടേക്ക് ഓഫ് ചെയ്താലേ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുള്ളൂ. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം വൈ എന്നൊരു ചോദ്യമാണ്. എന്തിനു വേണ്ടി നമ്മൾ ഈ ബിസിനസ് ചെയ്യണം, എന്ത് കാരണം കൊണ്ട്, എന്ത് റീസണും കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സന്തോഷം കൂട്ടാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സങ്കടം അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യണമെന്ന് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഈ വൈ ക്ലിയർ അല്ലാന്നെങ്കിൽ, അത് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനം ആ വൈക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരുപാട് വിജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്, പലപ്പോഴും ഞാൻ എന്റെ സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഒക്കെ നേരത്തെ ആളുകൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് അവരെന്നോട് ചോദിക്കാറുണ്ട്, നിജു ഈ ബിസിനസ്സിലൂടെ നിനക്ക് നേടുമെന്ന് നീ പറയാനുള്ള വിൽ പവർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ വിൽ പവർ സ്ട്രോങ് ആകാൻ കാരണം എന്റെ വൈ പവർ സ്ട്രോങ് ആയതുകൊണ്ടാണ്. എന്റെ വിൽ പവർ സ്ട്രോങ് ആണ് കാരണം എന്റെ ജീവിതത്തിൽ എന്റെ കടബാധകൾ തീർക്കാനും എന്റെ ജീവിത സ്വപ്നങ്ങൾ നേടിയെടുക്കാനും എന്റെ കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ലോകത്ത് വേറെ ഒരാളും വരില്ല ഉത്തമ ബോധ്യമുള്ളപ്പോൾ ഇത് എനിക്ക് സ്വർഗ്ഗതുല്യമായ ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കണ്ടുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയത്. സോ നമ്മൾ എന്തായാലും എന്തിനു വേണ്ടി ബിസിനസ് ചെയ്യണം എന്ന് വ്യക്തമായ ഒരു ധാരണ നമ്മൾ കണ്ടെത്തണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ വിജയിക്കുന്ന ബിസിനസ്സുകളാണോ, ഇതെന്താണ് സാധാരണ രീതിയിൽ ഒരു ബിസിനസിന്റെ സീക്രട്ട് എന്താണ്? അത് ഏതൊരു ബിസിനസ്സിന് എടുത്തു നോക്കിയാലും സക്സസ് സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ടു ബി ഇൻ ദ റൈറ്റ് ബിസിനസ് ഇൻ ദ റൈറ്റ് ടൈം വിത്ത് ദി റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ശരിയായ ബിസിനസ് ശരിയായ സമയത്ത് ശരിയായ ആളുകളുടെ ഒപ്പം ചെയ്യുക എന്നുള്ളതാണ് ഏത് മേഖലയിലുള്ള ബിസിനസിന്റെ പ്രത്യേകത. അല്ലെ, നമുക്കറിയാലോ, കുറെ കാലത്തിന് മുമ്പ് റിയൽ എസ്റ്റേറ്റ് വലിയൊരു ബിസിനസ് ആയിരുന്നു, ഇൻഷുറൻസ് വലിയൊരു ബിസിനസ് ആയിരുന്നു. ഒരു സമയത്ത് BSc നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ആൾക്കാർ പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ആയിരുന്നു, അല്ലെ? ഒരു സമയത്ത് ബികോം, അങ്ങനെ ഓരോ സമയത്തും ഓരോ ട്രെൻഡുകൾ വന്നിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ കുറെ കാലം മുമ്പ് നമുക്ക് ഇന്റർനെറ്റ് കഫേകളൊക്കെ വലിയ ട്രെൻഡായിരുന്നു. പക്ഷെ എപ്പോഴും നമുക്കൊരു ബിസിനസ്സിലേക്ക് നമ്മൾ കാലുവെച്ച് നോക്കുമ്പോൾ നമ്മുടെ അറിയാം, ഈ ബിസിനസ്സിൽ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വില മതിക്കാനാവാത്ത സമയവും കോൺടാക്ട്സും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആവണം, അല്ലെ? നമ്മൾ ശരിയായ ഒരു ബിസിനസ്സിലാവണം, ശരിയായ സമയത്താവണം, അത് ശരിയായ ആളുകളുടെ ഒപ്പം തന്നെ ആയിരിക്കണം, അല്ലെ? അപ്പൊ ഞാനിന്ന് പറയാൻ പോണ സെഷൻസ് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നൊരു ബോധ്യം നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഒരു ഞാൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും, നമ്മൾ റിയൽ ആയിട്ടും ഈ 3 കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ വെസ്റ്റേജ് ആൻഡ് വിൻറ്റേജ് കോമ്പിനേഷൻ ബിസിനസ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, മലയാളികൾക്ക് പ്രത്യേകിച്ച്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പരാജയഭീതി ഏറ്റവും കൂടുതലുണ്ട്, അല്ലേ? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ്, റിസ്ക് എടുക്കേണ്ടി വരും, കോമ്പറ്റീഷനെ ഫേസ് ചെയ്യേണ്ടി വരും, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരും. ടെൻഷൻ അടിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ വരും. ഇതൊക്കെയാണ് സാധാരണ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ഫൈറ്റ് ചെയ്യേണ്ടി വരും. അത്ര ഈസിയായ ഒരു കാര്യമൊന്നുമല്ല.
പരാജയം ഒരു ഓപ്ഷനാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നോബഡി എവർ ഫെയിൽഡ് ഇൻ ദിസ് ബിസിനസ്. ഈ ബിസിനസ് ഒരാൾ പോലും പരാജയപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത ആണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഒന്നെങ്കിൽ വിജയിക്കും അല്ലെങ്കിൽ നിർത്തിപ്പോകും. ഒന്നെങ്കിൽ വിജയിക്കും അല്ലെങ്കിൽ ചെയ്യത്തില്ല. അപ്പൊ ഇതിനകത്ത് ഒരു ഫെയിലിയർ ഒരു ഓപ്ഷൻ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒരു മോട്ടിവേഷൻ അല്ലേ, ഒന്നും നഷ്ടപ്പെടാണ്ട് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്ന, സീറോ ഇൻവെസ്റ്റ്മെന്റ് ഹീറോ ആവാൻ പറ്റുന്ന, ഇന്നത്തെ നമ്മുടെ നാട്ടിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ലക്ഷങ്ങൾ നേടുന്ന സമയത്ത്, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആയിരങ്ങൾ നേടുന്ന സമയത്ത് ലക്ഷ്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ബിസിനസ് ആണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് സ്ട്രോങ് അല്ലേ? നമ്മൾ റൈറ്റ് സ്ഥലത്താണ്, റൈറ്റ് ബിസിനസ്സിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഇനി എപ്പോഴും നമ്മൾ ഏതൊരു ഓർഗനൈസേഷനിൽ എന്തൊരു പ്രോഗ്രാമിലേക്ക് വരുമ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ഇതൊക്കെ എനിക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. ഇത് ആദ്യം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. എനിക്ക് ബിസിനസ് എനിക്ക് പറയുന്ന കാര്യമല്ല, കാരണം എന്റെ ഫാമിലിയിൽ ആരും ബിസിനസ്സുകാരില്ല. ഇതെങ്ങനെ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. അഥവാ പരാജയപ്പെട്ടു എന്ത് പോകും? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ്സും ട്രെയിനിങ്സും കൊടുക്കുന്ന ഒരു വേൾഡ് ക്ലാസ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു പവർഫുൾ ഓർഗനൈസേഷൻ സപ്പോർട്ടും സിസ്റ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസിന്റെ ഏത് അറ്റം വരെ പോകാൻ പറ്റും. എന്തുകൊണ്ട്? ഈ ഓർഗനൈസേഷനെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേര് SB ബെറിൽ എന്നായതുകൊണ്ടും ആ വ്യക്തിയുടെ കീഴിൽ നമ്മൾ സേഫ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ VMCM മെമ്പേഴ്സിനെ വെസ്റ്റീജിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞാൽ. സ്വന്തം ജീവിതത്തിലൂടെ ഫാമിലിയായിട്ട് സ്വന്തം MBA കഴിഞ്ഞ മകനെ, ലണ്ടനിൽ പോയി MBA പഠിച്ച മകനെ സ്വന്തം ബിസിനസ്സിലേക്ക് ക്ഷണിച്ച് അച്ഛനും മോനും ഫാമിലിയുമായിട്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ ബിസിനസ് ചെയ്ത് റിയൽ റോൾ മോഡലായിട്ട് നിൽക്കുന്ന ആ വ്യക്തിയുടെ കെയർ ഓഫിൽ ഈ വിന്നിംഗ് ടീമിൽ നമ്മളെല്ലാം സേഫ് ആണ്. സോ സ്ട്രോങ് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്കുണ്ടെന്നുള്ളതാണ്. എന്താണ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞത്? എപ്പോഴും പറയാറില്ലേ, ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ സക്സസ് സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതൊരു സിസ്റ്റമാണ്. എന്താ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഷോർട്ട് കട്ട് ഫോർ ദ ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ ഒരു ഷോർട്ട് കട്ട്, പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തുന്ന ഷോർട്ട് കട്ടിന്റെ പേരാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. വിന്നിംഗ് ടീം പറയുന്നു ഈ ബിസിനസ് ലോങ് ടൈം സസ്റ്റൈനബിൾ പ്രോഫിറ്റബിൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ബിസിനസ് ആണ്. അതായത് നമുക്ക് ലോങ് ടൈം ചെയ്യാൻ പറ്റും, ജനറേഷൻ ലോങ് ചെയ്യാൻ പറ്റും, തകരക്കാൻ പറ്റാത്ത പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന, നമ്മുടെ കൂടെ വന്ന ഈ ബിസിനസിന്റെ പ്രത്യേകം നമുക്കറിയാലോ, നമ്മുടെ കൂടെ വന്ന ആൾക്കാർ നമ്മളെക്കായും കഴിവുള്ള, നമ്മളെക്കായും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ബിൽഡ് എടുത്തുകൊണ്ട് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആയതുകൊണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് അതുപോലെ ഒരു ബിസിനസ് ആണ്. Then system will replace you after a period of time. മിക്കപ്പോഴും ഈ ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം നമ്മുടെ ആബ്സെൻസിൽ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പൊ അത് എന്ത് വേണം? എന്നും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അത് ആക്റ്റീവ് ഇൻകം ആണ്, അല്ലെ? നമ്മളൊരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ സിസ്റ്റം നമ്മളെ റീപ്ലേസ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യം ഭംഗിയായിട്ട് നമ്മുടെ പണവും എത്തിക്കാൻ വേണ്ടി നമ്മുടെ സമയവും അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് ലിവറേജ് ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, പവർ ഓഫ് സിസ്റ്റം. എന്താണ് സിസ്റ്റത്തിന്റെ പവർ എന്ന് ചോദിച്ചാൽ എഫർട്ട് പ്ലസ് റോങ് സിസ്റ്റം ഇസിക്കൽ ടു നോ റിസൾട്ട് എന്നാണ്. മിക്ക ആൾക്കാരും പറയല്ലേ, സാർ ഞാൻ അവിടെ വെസ്റ്റിൽ ജോയിൻ ചെയ്തു, ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ മേടിച്ചു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സാർ, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല, കാരണം ചെയ്യേണ്ട രീതിയിൽ പോകണം. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എഫർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ, ലക്ഷ്യബോധത്തോട് സിസ്റ്റത്തിന് നമ്മൾ സബ്മിറ്റഡ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ഫോളോ ദ സിസ്റ്റം. ഇതൊരു പ്രൂവൺ സിസ്റ്റമാണ്, വർഷങ്ങളായിട്ട് പ്രൂവൺ സിസ്റ്റം. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഇന്ന് പല കമ്പനികൾക്ക് സിഇഒകൾക്ക് പോലും ഒരു ബെൻസിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത സമയത്ത് ടാക്സി ഡ്രൈവറായിട്ട് വന്ന ആളുകളൊക്കെ ഹൈദരാബാദിലൊക്കെ ബെൻസ് കാറുകൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പവറാണ്. അവിടെ വിദ്യാഭ്യാസ യോഗ്യതയുടെയോ അവിടെ കർമ്മഫലത്തിന്റെയോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെയോ ഒന്നുമല്ല, ദ പവർ ഓഫ് വിന്നിംഗ് ടീം സിസ്റ്റം. സോ അന്ധമായിട്ട് നമ്മൾ ഇതിനെ ബിലീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇതിനെ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കും അതുപോലെ ആവാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അതാണ് സിസ്റ്റത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഞാൻ പറയണ കേൾക്കാനോ അല്ലേ? ആരെങ്കിലും ഒന്ന് പറയാമോ? കേൾക്കാലോ അല്ലേ? ഓക്കെ. അപ്പോ എന്താണ് നമുക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ? ഓൺലി ക്വാളിഫിക്കേഷൻ ഡൂയിങ് ദിസ് ബിസിനസ്. ഈ ബിസിനസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രീമാണ്. ഡ്രീം ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ഇഷ്ടമുള്ള, മനുഷ്യർക്ക് മാത്രം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ് സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനും അത് ആസ്വദിക്കാനുമുള്ള കഴിവ്. വേറൊരു പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുത്തിട്ടില്ല. സ്വന്തം തലവര മാറ്റാൻ കഴിവുള്ള ഒരേ ഒരു ജീവി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യനാവുമ്പോൾ അവർക്ക് വേണ്ടത് ഡ്രീമാണ്. ഡ്രീം, പവർഫുൾ ഡ്രീം വേണം. ഈ ലോകം ഇങ്ങനെ ആയതൊക്കെ
ഓരോ മനുഷ്യന്റെ ഡ്രീം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ പറയും, അത് ഞാൻ എന്നല്ല എല്ലാവരും പറയുന്ന കാര്യം, ഡ്രീമാണ്. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടോ? ഈ ബിസിനസ് നമുക്ക് പറ്റിയതാണ്. എത്ര വലിയ ഡ്രീം ഉണ്ടോ അത്ര വലിയ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്താണ് ഡ്രീം എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് എ ഡ്രീം? പണ്ടൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കാരണവരൊക്കെ ചോദിക്കാറില്ലേ, ഈ ദിവസസ്വപ്നം കാണാണ്ട് പോയിരുന്നു പഠിക്കുക എന്നൊക്കെ പറയാറില്ല. ആ ഡ്രീം അല്ല കേട്ടോ. ഈ വൈകുന്നേരം സീരിയൽ കണ്ടിട്ട് കണ്ട പ്രേതത്തിന്റെ സീരിയലൊക്കെ കണ്ട് രാത്രി ആകുമ്പോൾ പ്രേതം വന്നു, കാള വന്നു, ആന വന്നു, ഇതല്ല ഡ്രീം എന്ന് പറഞ്ഞാൽ. ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സാധനമാണ്. അത് നമ്മുടെ അതിന്റെ പ്രത്യേകത, ഡ്രീം ഇസ് എ ഫ്യൂവൽ ഫോർ ദ പേഴ്സൺ ടു അച്ചീവ് സക്സസ് ഇൻ ലൈഫ്. അതൊരു ഇന്ധനമാണ് അല്ലേ? നമുക്ക് വലിയൊരു ഒരു ബെൻസ് കാറ് മേടിച്ചാലും BMW കാറ് മേടിച്ചാലും ഇന്ധനമില്ലെങ്കിൽ അത് ഓടൂ. എയർക്രാഫ്റ്റ് ഇന്ധനമില്ലെങ്കിൽ ഓടൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കേണ്ട നമ്മൾ എന്ന വാഹനത്തെ, നമ്മൾ എന്ന വ്യക്തിയെ നമ്മുടെ സക്സസിലേക്ക് എത്തിക്കേണ്ട ഇന്ധനമാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ. സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് വെർച്വൽ ഡ്രീം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ. എന്താ ജീവിത വിജയം എന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്തു. അതാണ് അയാളുടെ എന്താ പറയുക ജീവിത വിജയം എന്ന് പറഞ്ഞാൽ. ഡ്രീമേഴ്സ് ആർ വിന്നേഴ്സ്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡ്രീമേഴ്സ് ആണ് വിന്നേഴ്സ് ആയിട്ട്. ഒന്നുമില്ലായ്മെന്ന് എന്തുമാവാന്ന് ചിന്തിച്ച ആൾക്കാരൊക്കെയാണ് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടി. ഒരുപാട് പേരെ നമുക്ക് അറിയാം. ഇന്നിപ്പോ നമുക്ക് ഡ്രീമിനെ പറ്റി വിജയിച്ച ആൾക്കാരായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നതൊക്കെ വിജയിച്ച ആളുകളുടെ കഥകളും അവരുടെ അഭിപ്രായങ്ങളുമാണ്. ഇനി ഡ്രീം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെ. മിക്ക ആൾക്കാരും ചോദിക്കാറ് ഡ്രീം നേടിയെടുക്കാൻ സ്റ്റെപ്പുകൾ എന്താണ്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാൻ വേണ്ടി പറ്റും. നമ്മുടെ ജീവിതത്തിൽ പണ്ടൊക്കെ ഡ്രീം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ര വലിയ വിശ്വാസമുള്ള ഒരു കാര്യമൊന്നും അല്ലായിരുന്നില്ല. കാരണം കുറെ നാൾ ജോലി ചെയ്തപ്പോൾ നടന്നില്ല, അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ ജീവിതത്തിൽ വിജയിക്കുന്ന ഡ്രീം വേണം തന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട DUCD ജ്യോതിഷ് കുമാർ സാറാണ്. എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു, എഴുതി വെച്ചു. അത് ഒരു 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 ഡ്രീം ബുക്ക് വേണമെന്ന് പറഞ്ഞു, ആ ബുക്കിൽ എഴുതി വെച്ചു. അത് എഴുതി വെക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ ചെറുതും വലുതായിട്ട് സ്വപ്നങ്ങൾ എഴുതി വെക്കണം മൈ ഡിയർ ഫ്രണ്ട്സ്. അത് ഏറ്റവും ചെറുതായിക്കോട്ടെ, അത് എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോൾ അതൊരു ബ്രെയിനിന്റെ ലാംഗ്വേജ് ആണ്. അത് കാണുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് വലിയ നല്ല ചിന്തകളും വലിയ പ്രവർത്തനങ്ങളും ഉണ്ടാവും. പിക്ചറൈസ് ചെയ്യണം, ഒട്ടിച്ചു വെക്കണം. മനസ്സിന്റെ ലാംഗ്വേജ് പിക്ചറൈസ് ചെയ്യണം. എപ്പോഴും കാണണം. നമ്മളെപ്പോഴും കാണുന്ന ബെഡ്റൂം ആയിക്കോട്ടെ, ഡ്രോയിങ് റൂം ആയിക്കോട്ടെ, നമുക്ക് കാണുന്ന രീതിയിൽ നമ്മൾ ഡ്രീം സെറ്റ് ചെയ്യും. ക്രിസ്റ്റലൈസ് ചെയ്യണം. വ്യക്തത വേണം. കാറ് വേണ്ടേ? വേണം. വീട് വേണ്ടേ? വേണം. അതിപ്പോ റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു പിച്ചക്കാരനോട് ചോദിച്ചാൽ അയാൾക്ക് വീട് വേണ്ടേ, കാർ വേണ്ടേ? അതൊരു ആഗ്രഹമാണ്. ക്രിസ്റ്റലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു ഗോളാക്കി മാറ്റണം. ഒരു കാറ് വേണം. ഏത് കാറ് വേണം? എനിക്കൊരു ഡിഫൻഡർ കാർ വേണം. എത്ര രൂപ? 1.5 കോടി. ഏത് കളർ? പച്ച കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ. ഇതിന് വ്യക്തത വേണം. ഫുൾ ഓപ്ഷൻ. എന്നിട്ട് പോയിട്ട് അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ആ കാറിന്റെ ഉള്ളിൽ സ്മെല്ല്, ആ പുതിയ പ്ലാസ്റ്റിക്കിന്റെ ഒരു സൗണ്ട്, അതിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഫീല്, ഇതിനെയാണ് ക്രിസ്റ്റലൈസ് എന്ന് പറയണേ. ഇതുണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. വിഷ്വലൈസ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് രാവിലെ നമുക്ക് ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മുടെ ജീവിതത്തെ പറ്റി, നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. നേടുമെന്നല്ല, നേടിയ ഒരാളെ പോലെ. ഒരു VMCM മെമ്പറാണ് ഞാൻ. എന്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ മാസം 10,26,525 രൂപ വന്നു. ഇത്ര രൂപ ഞാൻ എന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇന്നത് ഞാൻ ഇങ്ങനെ ചെയ്തു. ഈ മാസം അത് ഇങ്ങനെയാവാൻ വേണ്ടി പോകുന്നു. എന്റെ മുറ്റത്ത് കാർപോർട്സിൽ 2 കാർ ഇറക്കുന്നു. ഒന്ന് ഒരു താറ്, ഒന്ന് BMW. ഇതെന്റെ സ്വപ്നമാണ് കേട്ടോ. ആണ് ഇന്ന് ഏത് കാർ എടുക്കുന്നു? ഇന്ന് ഞാൻ ഹൈ റേഞ്ചിലേക്ക് പോകണം. ഇന്ന് താറാണ്. ഏത് കളർ? ബ്ലാക്ക്. ഏത്? പഴയ കാർ താറ, പുതിയ താറ? പുതിയ താറ് റോക്സ്. BMW ഏത് കളർ? ബ്ലാക്ക്. ഇതിങ്ങനെ വ്യക്തത വേണം. ഇത് കാണാൻ വേണ്ടി പറ്റണം. നമുക്ക് രാവിലെ അലാറം വെക്കേണ്ട നമ്മൾ ചാടി എഴുന്നേൽക്കുന്നെങ്കിൽ അത്ര പവർഫുൾ സ്വപ്നമായിരിക്കണം. അലാറം വെക്കേണ്ട ചാടി വയ്ക്കണം. എന്തിനും ഒരു എക്സൈറ്റ്മെന്റ് വേണം. അത് കാണാൻ വേണ്ടി പറ്റണം. അത് കാണുമ്പോഴാണ് വിഷ്വലൈസേഷൻ. വെർബലൈസേഷൻ പറയണം. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇനിയിപ്പോ എന്നെ കാണുമ്പോൾ ചോദിക്കത്തില്ല സാറേ BMW മേടിച്ചോ, താറ് മേടിച്ചോ? ചോദിക്കത്തില്ല. ചോദിക്കണം, കുത്തണം, എന്നോട് പറയണം, മറ്റവരോട് പറയണം. ഏറ്റവും നമ്മൾ വിജയിക്കില്ലെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കോട് പറയണം ഞാൻ ബെൻസ് മേടിക്കും, BMW മേടിക്കും. അവർ കിളി ചോദിക്കും എന്താ മേടിക്കണേ? ചിലപ്പോൾ നമ്മൾ കല്യാണത്തിന് ചെല്ലുമ്പോൾ അവർ കളിയാക്കി പറയും, ദേ ബെൻസുകാരൻ വന്നു, ദേ ബെൻസുകാർ വന്നു എന്ന് പറയും. കളിയാക്കിക്കോട്ടെ. വില്ലൻ ഇല്ലെങ്കിൽ നായകനുണ്ടോ? ഏറ്റവും വലിയ വില്ലൻ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ നായകനുണ്ടാവും. എതിർപ്പുകൾ ഉണ്ടാവണം. സുഹൃത്തെ, മറ്റുള്ളവർ പല കാര്യങ്ങളും പറയും, പക്ഷെ നമ്മൾ അത് പറയാൻ പഠിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളോട് പറയണം. അടുത്ത വർഷം ഒരു കാർ മേടിക്കും, പക്ഷെ നാളെ രാവിലെ കുട്ടികൾ ചോദിച്ചു കൊടുക്കും, അച്ഛാ കാർ എവിടെ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു ആവേശം കൂടും അല്ലേ? അതൊരു ഇമോഷണൽ ഡേറ്റ് ആയിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, വൈഫിന്റെ ബർത്ത്ഡേ, ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ, അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി പറ്റണം. ഇനി ഒറ്റയടിക്ക് പോയിട്ട് നമുക്ക് വലിയ കാറൊന്നും മേടിക്കാൻ പറ്റില്ല. ചെറിയ സ്വപ്നങ്ങളുടെ രാജകുമാരായിട്ട് മാറണം. ചെറിയ സ്വപ്നങ്ങൾ.
എന്റെ ഡ്രീം ബുക്ക് എടുത്ത് ഞങ്ങളുടെ ഡ്രീം ബുക്ക് എടുത്ത് നോക്കിയാൽ അതിനകത്ത് സ്റ്റൗവിന്റെ പടമുണ്ട്, സൗമ്യയുടെ ചെറിയ മൂക്കൂത്തിയുടെ പടമുണ്ട്. അപ്പൊ ഒരു ജോലി ജീവിതം കൊണ്ട് ഒരു മൂക്കൂത്തി പോലും എനിക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ പെയിൻ ചെറുതാണോ? അപ്പൊ ഇതുപോലെ വേണം. ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ പവർഫുൾ സ്വപ്നങ്ങളുള്ള ആളുകളായിരുന്നു. അവർ വെർബലൈസ് ചെയ്യുമായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. നമ്മളെപ്പോഴും പറയാറില്ല, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അയ്യോ, എപ്പോഴും നമുക്ക് നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് ചാരാൻ ഏറ്റവും കൂടുതൽ എന്താ കാണിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലേ? അതിൽ ഞാൻ പഠിച്ചൊരു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. എൻ്റെ അച്ഛനമ്മമാരൊക്കെ പാവപ്പെട്ടവരായിരുന്നു. ഞാൻ പലതും നോക്കി, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ നിരാശപ്പെടുന്ന ആൾക്കാരൊക്കെ ഇല്ലേ. എന്റെ വിധി അതായിപ്പോയി എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ പണ്ട് ഒരു വ്യക്തി വാദ്യ ഉപകരണങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ശേഖർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് മകനുണ്ടായിരുന്നു. അച്ഛന്റെ ഒരു വൈയായിക വന്നപ്പോ ഈ മകനെ ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ വാദ്യോപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് നിന്റെ കുടുംബത്തെ പോറ്റണം എന്ന് പറഞ്ഞു. ആ മകൻ അതുകൊണ്ട് കുറെ നാൾ പല സ്റ്റുഡിയോയിൽ, ഇളയരാജയുടെ സ്റ്റുഡിയോയിലൊക്കെ കയറി ഇറങ്ങി. പക്ഷെ അന്നും ആ പയ്യന് വലിയ സ്വപ്നങ്ങളായിരുന്നു, പാട്ടിനോട് ഒരു പാഷനായിരുന്നു. ഈ വാദ്യ ഉപകരണങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്തും മറ്റുള്ളവരോട് പറയായിരുന്നു, എനിക്ക് മ്യൂസിക്കിൽ വലിയൊരു ലെജൻഡായിട്ട് മാറണം, എനിക്ക് വേൾഡ് ഫേമസ് ആയിട്ട് മാറണം, എനിക്കൊരു ഓസ്കാർ അവിടെ കിട്ടണം എന്നൊക്കെ പറയും. ആൾക്കാർ കളിയാക്കി, ഓസ്കാർ അതൊന്നും കിട്ടുന്ന കാര്യമല്ലെന്ന് പലരും പറഞ്ഞു. പക്ഷെ അത് മുന്നോട്ട് പോയി. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാൻ തുടങ്ങി. പിന്നെ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മലയാളത്തിലും തമിഴിലും ഒക്കെ മറ്റേ ഹിന്ദിയിലൊക്കെ പല മ്യൂസിക്കും ചെയ്തു. അങ്ങനെ ചിന്ന ചിന്ന ആസ എന്ന് പറഞ്ഞ ഒരു സിനിമ, ഒരു പാട്ടിന് നാഷണൽ അവാർഡ് കിട്ടി. വീണ്ടും മുന്നോട്ട് പോയപ്പോ തീവ്രമായ ആ ഒരു എന്താ പറയാ ആഗ്രഹമുള്ളപ്പോ ജയ് ഹോ എന്ന് പറയുന്ന ആ ഒരു ഗാനത്തിന് ഓസ്കാർ അവാർഡ് കിട്ടി. ഞാൻ പറഞ്ഞ വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായില്ലേ? AR റഹ്മാനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂല് അയാളോട് ചോദിച്ചു, ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് വാദ്യ ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് ജീവിച്ച നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിധിയെ മാറ്റി മറിച്ചത്? അപ്പൊ അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിധിയിൽ എനിക്ക് വിശ്വാസമാണ്, പക്ഷെ തീവ്രമായ തീക്ഷ്ണമായ ജ്വലിക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിധിയെ മാറ്റി മറിക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ഒരു പാട്ടിന് 3 കോടി രൂപ മേടിക്കുന്ന ഒരു മ്യൂസീഷ്യൻ, നമ്മുടെ ശരിക്കും പ്രൗഡായിട്ട് നിൽക്കുന്ന മ്യൂസീഷ്യൻ AR റഹ്മാനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. AR റഹ്മാൻ ആവാൻ്റെ കാര്യം നമുക്കില്ലാണ്ട്, ഞാൻ ഈ പാട്ട് പഠിക്കാനൊന്നുമല്ല ഞാൻ പറയണേ. പക്ഷെ നമുക്ക് ഈ മേഖലയിലും 1 കോടി രൂപ വരുമാനം മേടിക്കുന്ന ഒരു ബിസിനസ് ഉള്ള ആളാണ്. ഒരു മാസം 1 കോടി രൂപ വരുമാനം മേടിക്കുന്ന ആൾ ബിസിനസ്സിലുണ്ട്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ 25 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്നുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ 13 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന ആളെ നമ്മൾ ഗോപ്കൺ പ്രോഗ്രാമിന് കണ്ടു. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആണ്. അത് അവരൊക്കെ പ്രോസസ് ചെയ്ത് അറിഞ്ഞോ അറിയാതെ ഈ സ്റ്റെപ്പിലൂടെ കടന്നുപോയ ആളുകളാണ്. പണ്ട് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ DUCD ആവുമ്പോ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സെൽഫികൾ എടുക്കുകയും ഫോട്ടോയും എടുത്ത ആ സലീം എന്ന് പറയുന്ന DUCD BMCA മെമ്പർ കഴിഞ്ഞ ഗോപ്രോം പ്രോഗ്രാമിന് ആ ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊരു കോൺഫിഡൻസും എന്ത് സ്വപ്നം ഉണ്ടായി കാണും. ഞാൻ അന്ന് ആവും. ദൂരെ നിന്ന് SP സാറിന്റെ ഫോട്ടോ എടുക്കുന്നു, ദൂരെ നിന്ന് നമ്മുടെ ഗൗതംബാലി സാറിന്റെ ഫോട്ടോ എടുക്കുന്നു. അന്ന് ചെറിയൊരു പൊസിഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് അവിടെ തോളിൽ കയറ്റി നിൽക്കുന്ന ഒരു BMCA മെമ്പറായിട്ട് നമ്മുടെ സലീം, ഹൈദരാബാദിലെ സലീം മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഡ്രീമിന്റെ പവർ കൊണ്ടല്ലേ. അപ്പൊ നമ്മളും ആ വഴിക്ക് പോയാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ നല്ല പവർഫുൾ സ്വപ്നങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മിക്ക ആൾക്കാരും 100 പേര് വന്ന മിക്ക ആൾക്കാരും വിജയിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വിജയിക്കാത്തത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, വൈ പീപ്പിൾ സ്റ്റോപ്പ്? ഒന്നാമത് ഫിയർ ഓഫ് റിജക്ഷൻ. മറ്റുള്ള ആളുകളോട് പറഞ്ഞാൽ അവരെ റിജക്റ്റ് ചെയ്താലോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. സുഹൃത്തെ, എന്തിനാണ് ഇതിന്റെ ആവശ്യം? നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഒരാളോട് പറയുമ്പോൾ അയാള് നമ്മളെ എല്ലാം റിജക്ട് ചെയ്യണം. ചിലപ്പോൾ ആ പ്രോഗ്രാം ചിലര് നമ്മളെ ജോയിൻ ചെയ്യും, ചിലര് ജോയിൻ ചെയ്തില്ല, ചിലര് ഒരിക്കലും നമ്മുടെ അടുത്ത് വരാനും പോണില്ല. പക്ഷെ ആരോ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടല്ലേ. 140 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഈ റോ മെറ്റീരിയൽ പഞ്ഞുണ്ട്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, അല്ലേ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മനുഷ്യരായ നമ്മൾ എന്നെങ്കിലും മരിക്കുന്ന ഉറപ്പുണ്ടായിട്ട് തന്നെയല്ലേ ഓരോ ദിവസം സ്വപ്നം കണ്ട് മുന്നോട്ട് പോണേ? പിന്നെ 2 or 3 പേര് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരെ പേടിക്കാനാണ്? നമ്മുടെ ഡ്രീമിനെ മാത്രമേ നമ്മൾ മുന്നിൽ കാണാൻ പറ്റുള്ളൂ. അതുപോലെ മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുക എന്നെ പറ്റി? മറ്റുള്ളവർക്ക് വേറെ പണിയൊന്നുമില്ലേ? നമ്മുടെ കുറ്റങ്ങളും കുറവും കാണാൻ വേണ്ടി ഒരുപാട് പേര് ദൈവം നിയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നല്ലത് കാണാൻ, നമ്മുടെ സ്വപ്നം കാണാൻ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് ആ ചിന്തയുടെ ആവശ്യമില്ല. സീക്കിംഗ് അഡ്വൈസ് ഫ്രം റോങ് പീപ്പിൾ. വേണ്ടപ്പെട്ട ആൾക്കാരോട്, വേണ്ടാത്ത ആൾക്കാരോട്, ജീവിതത്തിൽ ഒരു വിജയിക്കാത്ത, ഒന്നിലൊരു പ്രതീക്ഷയില്ലാത്ത, അല്ലെങ്കിൽ ഈ മേഖലയെ പറ്റി ഒന്നും അറിയില്ലാത്ത ആൾക്കാരോട് പോയിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ഒരിക്കലും ജീവിതത്തിൽ വിജയിച്ച ആളുകളെ ഫോളോ ചെയ്യണം. വെസ്റ്റേജ് ബിസിനസ് വിജയിക്കണമെങ്കിൽ വിജയിച്ച ആൾക്കാരോട് നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ചോദിക്കണം. ഒരു SLC പരീക്ഷ തോറ്റുപോയ ഒരാളോട് പോയിട്ട് SLC പരീക്ഷ ഉണ്ടെന്ന് വെച്ചാൽ അയാൾ എന്ത് പറയും? ഓ എന്റെ പൊന്നിയേട്ടാ, ആ സ്കൂൾ എന്തിനു കൊള്ളാം, ആ ഡെസ്ക്, ബെഞ്ച്, ചോക്ക്, മാഷുമാര്, കൂടെ പഠിച്ചത് ഒക്കെ മോശമാണെന്ന് പറയും. വിജയിച്ച ഒരാളോട് ചോദിച്ചാലോ? എനിക്ക് ചേട്ടാ, എനിക്ക് പഠിക്കണമായിരുന്നു, എന്റെ ഫാമിലി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്നു, എനിക്ക് ഇന്ന ഡോക്ടർ ആവണം, എഞ്ചിനീയർ, അതുകൊണ്ട് ഞാൻ പഠിച്ചു, ഇത്രയല്ലേ ഉള്ളൂ. അവൻ അതേ പറയാനുണ്ടാവും. അതുപോലെ കൺസെപ്റ്റ് ഓഫ് മണി ഈസ് റോങ്.
പണം എന്ന് പറഞ്ഞ പണം ഉള്ളവന് പണം ഇല്ലാത്തതിനുള്ള ഒരു ഫീലിങ്സ് ആണത്. അവൻ എന്തോ ഗൾഫിൽ പോയിട്ട് കാശുണ്ടാക്കിയ അറബിയെ പഠിച്ച കാശാണെന്ന് പറയും, നാട്ടിൽ കാശുണ്ടാക്കി കള്ളക്കടത്താന്ന് പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ പണമില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പണം നല്ല വഴിക്ക് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേടിക്കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയല്ലേ വെസ്റ്റീജ് ആൻഡ് വിന്നിറ്റി നമ്മുടെ മുമ്പിൽ തന്നെ. അതുകൊണ്ട് അതിന്റെ ഒരു ചിന്തയുടെ ആവശ്യം പോലില്ല. മറ്റുള്ള പ്രാർത്ഥനയിൽ, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മുടെ പേര് വരാൻ പറ്റിയ ഏറ്റവും ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലൂടെ പണം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേരുടെ സന്തോഷവും പ്രാർത്ഥനയും നമ്മുടെ കൂടെ ഉണ്ടാവും. ദെൻ നോട്ട് റെഡി ടു വർക്ക്, ഓൾവേസ് ലുക്ക് ഫോർ ഫാസ്റ്റ് മണി. പെട്ടെന്ന് കാശ് ഉണ്ടാക്കണം. ഒരിക്കലും ബിസിനസ്സിൽ പെട്ടെന്ന് കാശ് ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന യൂസഫിലേക്ക് വർഷങ്ങളുടെ എഫർട്ടാണ്, സച്ചിന് വർഷങ്ങളുടെ എഫർട്ടാണ്, മമ്മൂട്ടി വർഷങ്ങളുടെ എഫർട്ടാണ്. വിജയിച്ച ഏതൊരു വ്യക്തിക്ക് അതിൻ്റെ ഒരു സ്ട്രഗിൾ പീരീഡും ഒരു ഹാർഡ് വർക്കും കൺസിസ്റ്റൻസി ഉണ്ട്. അതുകൊണ്ട് ഇത് ബിസിനസ് ആണ് ബിൽഡ് ചെയ്തിരിക്കണം. നോട്ട് റെഡി ടു കം ഔട്ട് ദ കംഫർട്ട് സോൺ. നമ്മുടെ ആ സുഖവലയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിതം ചെയ്യണം. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ കിട്ടുള്ളൂ. ചിന്തയിലും പ്രവർത്തനത്തിലും മാറ്റം ഉണ്ടാക്കിയാൽ വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ഒരു സുഖവലയം ഭേദിക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ ബിസിനസ് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ് നമുക്ക് ആവശ്യമാണെങ്കിൽ, ഈ ബിസിനസിന് പറ്റിയ ഒരാളായിട്ട് നമ്മൾ മാറിയാൽ നമുക്ക് ഇന്നത് വിജയിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ബിലീഫ് സിസ്റ്റം വേണം, അല്ലേ? നമുക്ക് എപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസ പ്രമാണമാണ്. മറ്റുള്ള ആൾക്കാർ ഒരു തടസ്സം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നോ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു തിക്താനുഭവം വരുമ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു വിശ്വാസ പ്രമാണമാണ്. എന്ത് വിശ്വാസ പ്രമാണമാണ്? ഒന്ന്, ആദ്യം ഞാൻ പറയും, ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ശബരിമല പോകുമ്പോൾ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടില്ലേ, നീ തന്നെയാണ് ഞാൻ എന്നൊരർത്ഥത്തിലാണ്. അതായത് ഈ യൂണിവേഴ്സൽ പവറിൽ നമുക്കൊരു വിശ്വാസം വേണം. ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറഞ്ഞാൽ എന്തു ചോദിച്ചാലും നമുക്ക് തരും. പക്ഷെ വിശ്വസിച്ച് ചോദിക്കണം. ആ വിശ്വാസം എങ്ങനെയായിരിക്കണം? മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ കൊടയുമായിട്ട് പുറത്തേക്ക് പോകുന്നതാണ് യഥാർത്ഥ വിശ്വാസി. അതുപോലെ നമ്മൾ വിശ്വസിക്കണം. ഈ കാണുന്ന ആൾക്ക്, ഈ സലീമിനും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഈ BMC മെമ്പർ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും ആവാൻ പറ്റും. അവൻ ഫോളോ ചെയ്യുന്നത് വെസ്റ്റീജിന്റെ പ്രോഡക്റ്റുകളും ഈ ബിസിനസ്സുമാണ്, വിന്നിന്റെ സിസ്റ്റം ആണെങ്കിൽ എനിക്കും അത് ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശ്വാസം വേണം. പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ ഉള്ളൂ എന്നൊരു വിശ്വാസം ഉള്ളപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനൊരു വാശി കിട്ടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം വേണം. ബിലീവ് ഇൻ യുവർ അപ്ലൈ. നമ്മൾ ഈ ബിസിനസ് കാണിച്ചാൽ അപ്ലൈനെ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ്? നമ്മൾ വിജയിച്ചാൽ മാത്രമേ അയാൾക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ, അല്ലേ? നമ്മൾ അയാളുടെ പൊന്മുട്ടയാണ്, താറാവാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യം ആ വ്യക്തി നമ്മളോട് പറയുന്നുണ്ടാവില്ല. അയാൾ വിശ്വസിക്കാം. ബിലീവ് ദ കമ്പനി വിശ്വസിക്കണം, അല്ലേ? ഇന്ന് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി, ഇന്ന് 2016 ഇന്ത്യ ഗവൺമെന്റും 2018 കേരള ഗവൺമെന്റും 100% ലീഗൽ ബിസിനസ് എന്ന രീതിയിൽ വന്നൊരു ഇൻഡസ്ട്രിയാണ്. ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി. പുതിയ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഉണ്ട്, അല്ലെ? എയർക്രാഫ്റ്റ് ഉണ്ട്. അപ്പൊ അയാളുടെ കൂട്ടുകാരന്റെ പേര് റോബർട്ട് കിയോസാക്കി എന്നാണ്. അപ്പോൾ അമേരിക്കക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ബിസിനസ്. നമ്മുടെ നാട്ടിൽ സിനിമാ നടന്മാരെയും അതുപോലെ എന്താ പറയാ സ്പോർട്സ് താരങ്ങളെയും ഹീറോ ആയിട്ട് കാണുമ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ നെറ്റ്വർക്ക് മാർക്കറ്റ് ലീഡേഴ്സ് റിയൽ ഹീറോസ് ആണ്. എന്തുകൊണ്ട്? റിയൽ ലൈഫിൽ കുറെ ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ആളുകളാണ് അവരൊക്കെ. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് വെസ്റ്റീജ്. ലോകത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 100 കമ്പനി എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് 50ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ കമ്പനി. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മേഖല എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ആണ്. ആ മേഖലയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡ് അവാർഡ് കിട്ടിയ ഒരു ഇന്ത്യൻ കമ്പനി ആവുമ്പോൾ നമ്മൾ ശരിയായ ഒരു കമ്പനിയിലേക്ക് വിശ്വസിച്ചാലേ കാര്യമുള്ളൂ. ഇനി ആ കമ്പനി ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള, അവരുടെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കുന്ന, അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ പ്രോഡക്റ്റുകൾ, അഫോർഡബിൾ പ്രൈസ്, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ്, മണി ബാക്ക് ഗ്യാരണ്ടി, ഒരു വ്യക്തിക്ക് ബിസിനസ്സിന് അല്ലെങ്കിൽ കൂടി പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ സാധ്യതയുള്ള പ്രോഡക്റ്റുകൾ. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഷെയർസിലും മ്യൂച്വൽ ഫണ്ടിലും ലാൻഡിലും ഒന്നുമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. അത് സ്വർണത്തിലും അല്ല, സ്വന്തം ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് റിയൽ ഹീറോസ്. അല്ലെങ്കിൽ കോടികളും ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വെൽനസിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വെൽനസ് കമ്പനിയാണ്, ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. അത്രമാത്രം വിഷണറി കമ്പനി. സോ ആ കമ്പനി വിശ്വസിക്കുക. ബിലീവ് ദ സിസ്റ്റം. ഞാൻ ഈ പറഞ്ഞ ഒരു വിന്നിന്റെ സിസ്റ്റത്തിൽ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ BMC മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ വെസ്റ്റീജ് എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്താ പറയാ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. ജീവിതമായിട്ട് കാണുന്ന, മറ്റുള്ള ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഹെഡായിട്ട് നിൽക്കുന്ന ഒരു കുറെ വിന്നിന്റെ സർവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സിന്റെ ഒരു കൂട്ടായ്മ. അപ്പൊ 100% നമുക്ക് ഈ ബിലീഫ് സിസ്റ്റം ഉണ്ടാവണം. ഇങ്ങനത്തെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് നോളജ് കൂടും. ആര് എന്ത് പറഞ്ഞാലും നമുക്ക് അവിടെ ഒന്നും അവരുടെ മുമ്പിൽ നമ്മുടെ സ്വപ്നങ്ങൾ അടിയോര വെക്കേണ്ടി വരില്ല. സോ ഇതുപോലെ ഒരു കാര്യം വേണം. ഓക്കെ, ദെൻ
ഏത് മേഖലയിലും നമുക്ക് മുന്നോട്ട് പോകാൻ ബിലീഫ് വേണം, മോട്ടിവേഷൻ വേണം, ഡ്രീം വേണം, എല്ലാം വേണമെങ്കിലും ആ ഒരു ആ മോട്ടിവേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാണ്. പക്ഷെ അത് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന് കമ്മിറ്റ്മെന്റ് വേണം. ഈ ബിസിനസ്സിന് എന്തായാലും കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒന്നാമത്തെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് കീപ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് അല്ലേ. എപ്പോഴും നല്ലൊരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഒരു എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ് അല്ല, ഒരു ബിസിനസ്, ഒരു ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് വേണം. എല്ലാം ശരിയാവുന്ന ഒരു മൈൻഡ് സെറ്റ്. എല്ലാം ശരിയാവുന്നല്ല, ഞാൻ ചെയ്യുന്ന രീതി സിസ്റ്റമാറ്റിക് ആണെങ്കിൽ ഞാൻ എല്ലാം ചെയ്യുന്നത് ശരിയാവുന്ന ഒരു മൈൻഡ് സെറ്റ്. സാധാരണ രീതിയിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഏറ്റവും പ്രത്യേകത ചുമ്മാ മോട്ടിവേഷൻ, എല്ലാം ശരിയാവും. അങ്ങനെയൊന്നും എല്ലാം ശരിയാവത്തില്ല. ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട പോലെ ചെയ്താൽ, സിസ്റ്റമാറ്റിക്കായി ചെയ്താൽ നമുക്ക് അത് ഡ്യൂപ്ലിക്കേറ്റിൽ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സിലേക്ക് എത്തും. അതുകൊണ്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എപ്പോഴും വേണം. എന്തെങ്കിലും നല്ലത് കാണാൻ വേണ്ടി പറ്റണം. എക്സ്ക്യൂസ് പറയാണ്ടിരിക്കുക, നെഗറ്റീവ്സ് പറയാണ്ടിരിക്കുക, മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങളൊന്നും പറയാണ്ടിരിക്കുക, വ്യക്തികളെ പറ്റി സംസാരിക്കാണ്ടിരിക്കുക. എപ്പോഴും ഡ്രീംസിനെ പറ്റിയും ഗ്രോത്തിനെ പറ്റിയും ബിസിനസിനെ പറ്റിയും കൂടെയുള്ള ആൾക്കാരുടെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും കൂടെയുള്ളവർക്ക് നേടിക്കൊടുക്കാനും പറ്റി ചിന്തിക്കുക. നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അതിനെന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയാണ് റീഡ് അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് ഡേ. ഒരു റീഡറായിട്ട് മാറുക. എന്ത് പുസ്തകങ്ങളൊക്കെയാണ് വായിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ പ്രചോദനം കിട്ടുന്ന, മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന നല്ല പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ബുക്സുകളൊക്കെ ഒരുപാടുണ്ട് അല്ലെ. ഒരുപാട് ബുക്സുകളൊക്കെ ഉണ്ട്. ഇനി സമയമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുക്കു FM പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കേൾക്കാം. പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷന് ഒരുപാട് ടൂൾസ് ഉണ്ട്. മലയാളത്തിലുള്ള ടൂൾസ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഡെയിലി നമ്മൾ വായിക്കണം. അത് നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. അപ്പൊ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. ദെൻ ലിസൺ അറ്റ്ലീസ്റ്റ് 1 ഓഡിയോ വീഡിയോ പ്രോഗ്രാം എവറി ഡേ. ഡെയിലി നമുക്ക് ഒരുപാട് ഓഡിയോ വീഡിയോ പ്രോഗ്രാം നമ്മൾ വിന്നിംഗ് ടീമിന്റെ CEP സബ്സ്ക്രൈബ് ചെയ്യണം. 2 കാര്യമുണ്ട്. ഒന്ന്, ഹിന്ദി പഠിക്കുക. വെസ്റ്റേജ് വിന്നിന്റെ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇനി കേരളത്തിൽ എവിടെ ജീവിക്കണമെങ്കിലും പുറത്ത് പോകണമെങ്കിലും എവിടെ പോകണമെങ്കിൽ ഹിന്ദി വളരെ അത്യാവശ്യം. ഇപ്പോഴാണ് രാഷ്ട്രഭാഷ എന്ന് പറഞ്ഞതിന്റെ ഒരു വില എനിക്ക് മനസ്സിലായത്, ഹിന്ദിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഹിന്ദി പഠിക്കാം. പിന്നെ വിജയിച്ച ആൾക്കാരുടെ കഥകൾ ഒരുപാട് ഓഡിയോ വീഡിയോ ഞാൻ ഈ പറഞ്ഞ ഡ്രീം എക്സർസൈസുകളുണ്ട്. ഇപ്പൊ മലയാളത്തിലുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് CEP നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കമ്മിറ്റ്മെന്റ്സ് ആണ്. ദെൻ സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. നമ്മൾ നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നമ്മൾ കൂട്ടുക മാത്രമല്ല, ഈ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം, അതുപോലെ ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മുടെ $multi-billion അസറ്റാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇത് ഒരിക്കലും മറ്റുള്ളവരുടെ ചവറുകൾ കൊണ്ടുള്ള സ്ഥലമായിട്ട് നമ്മുടെ ബ്രെയിനെ മാറ്റരുത്. നമുക്ക് പ്രയോജനമില്ലാത്ത ഒരു ബന്ധങ്ങളും നമുക്ക് ആവശ്യമില്ല. ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ നയിക്കുന്ന, നമ്മളെ മുന്നോട്ട് പ്രേരിപ്പിക്കുന്ന ആളുകളും സാഹചര്യങ്ങളും അറിവുകളുമാണ് നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യണം. സ്റ്റേ കണക്റ്റഡ് വിത്ത് യുവർ ആക്റ്റീവ് അപ്ലൈൻ. നമ്മുടെ ആക്റ്റീവ് അപ്ലൈനുമായിട്ട് നല്ല കണക്ടിവിറ്റി വേണം. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് അപ്ലൈൻ നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും. അറ്റൻഡ് ഓൾ മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ്സ്. എല്ലാ മീറ്റിംഗ്സും ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് വീക്ക്ലി CEO. നമ്മൾ സാധാരണ ജോലിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓഫീസിൽ പോയിട്ടാണ് നമുക്ക് സാലറി കിട്ടുന്നത് അല്ലേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓഫീസ് ഉണ്ടോ? ഇല്ല. നമ്മുടെ ഓഫീസാണ് എല്ലാ ആഴ്ചയിലും 2 മണിക്കൂറുള്ള വീക്ക്ലി CEO. നമ്മൾ ഏതെങ്കിലും ഒരു വീക്ക്ലി CEOയിൽ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൽ ലക്ഷങ്ങൾ കിട്ടും എന്ന് കരുതിയാൽ അത് അത്ര പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വീക്ക്ലി CEO വളരെ അത്യാവശ്യമാണ്. നമ്മൾ പങ്കെടുക്കുക, നമ്മുടെ ടീം പങ്കെടുക്കുക. യൂസ് വിന്നിംഗ് ടീം ടൂൾസ്. എല്ലാവിടെയെങ്കിലും സ്റ്റാർട്ടർ കിറ്റ് വേണം. ഇനി ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്, പല ലാംഗ്വേജിലും ഉണ്ട്. അപ്പൊ മിനിമം ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ് വളർത്താൻ വേണ്ടി വിന്നിംഗ് ടീം നമുക്ക് മലയാളത്തിൽ സ്റ്റാർട്ടർ കിറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഫ്ലിപ്ചാർട്ട് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ട്. മറ്റുള്ളവർ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടും. അതുകൊണ്ട് വിന്നിംഗിന്റെ ടൂൾസ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. കാരണം ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിധിയുണ്ട്. ചിലർക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ ടൂൾസ് അത് അവർക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വായിച്ചവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, യൂസ് ഓൾ ദ പ്രോഡക്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അല്ലേ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് എന്താണ്? നമ്മൾ കുറെ ബെസ്റ്റിന്റെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് നെറ്റ്വർക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിലൂടെയാണ് നമുക്കൊരു ബിസിനസ് കിട്ടണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം കസ്റ്റമർ ആവണം. നമ്മൾ ആദ്യം പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കണം. അത് എന്താണെന്ന് ആ ഫീലാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ വെസ്റ്റീജിലുണ്ടെങ്കിൽ അത് മേടിച്ച് ഉപയോഗിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കണം.
നമുക്ക് കഴിവുള്ളവർക്ക് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു 50% വരെ ഡിസ്കൗണ്ടിലാണ് നല്ല എല്ലാ ഓഫേഴ്സും ഒക്കെ നമ്മൾ ക്ലബ് ചെയ്ത് മേടിക്കുമ്പോൾ അപ്പോൾ നമുക്ക് റീറ്റെയിൽ ചെയ്ത് കാശ് ഉണ്ടാക്കാം. ഓക്കെ, അതുകൊണ്ട് ഷെയർ ദ പ്രോഡക്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് മറ്റേ മിനിമം നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു 10 ഫാമിലികൾ വെസ്റ്റേജിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഫാമിലികളുടെ മാറട്ടെ, നമുക്ക് ഒരുപാട് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും ഒരു തരത്തിൽ നമുക്ക് ടീം ബിൽഡ് ചെയ്യാനുള്ള കാര്യമാണ്. 1-2 പ്രാവശ്യം പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ അവരോട് പറയാം ഇതിന്റെ നല്ലൊരു ബിസിനസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വേണം. അതുകൊണ്ടൊരു 5 മുതൽ 10 ലോയൽ കസ്റ്റമേഴ്സിന് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു 5-10 പേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതുപോലെ ആൻ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ഷുഡ് ഹാവ് എ സ്റ്റോക്ക് ഓഫ് പ്രോഡക്റ്റ് വർത്ത് 10,000. ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് എങ്കിലും ഒരു ഹോം ഷോപ്പ് എന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാവരും വരുമ്പോൾ കാണത്തക്ക രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. അല്ല വേണ്ടേ? അത് എന്തിനു വേണ്ടിയാ? അവർ വരുമ്പോൾ ചോദിക്കുക ഇത് എന്താണ്? അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ പ്രോഡക്റ്റുകളാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർക്ക് സർവീസ് ചെയ്യണമെങ്കിൽ അത് ഇനി DLCV പോകാനോ താമസിന്റെ ആവശ്യമില്ല, റെഡി ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ അതുകൊണ്ട് തന്നെ മിനിമം വിന്നിംഗ് ടീം പറയുന്നത് മിനിമം ഒരു 150 PVയുടെ ബിസിനസ് ചെയ്യണം എന്നുള്ള പേഴ്സണൽ ബിസിനസ്. 150 PV എന്ന് പറഞ്ഞാൽ 4,000-5,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുക. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ ഇതുപോലെ കുറച്ചവർക്ക് ഷെയർ ചെയ്യാനുള്ള പ്രോഡക്റ്റുകളാണ്. ഏറ്റവും നല്ല 100 PV, 200 PV, 300 PV, 400 PV കൺസിസ്റ്റൻസി ഓഫറിലേക്ക് ക്ലബ് ചെയ്ത് പരമാവധി 14-ാം തീയതിക്ക് മുമ്പ് മേടിക്കുക എന്നുള്ളതാണ്. എന്താ ഗുണം? 14-ാം തീയതിക്ക് മുമ്പ് മേടിച്ചത് കൺസിസ്റ്റൻസി ഓഫർ എൻജോയ് ചെയ്യാൻ പറ്റും, റീപർച്ചേസ് ഓഫർ കിട്ടും. എന്തുകൊണ്ടും നമുക്ക് നല്ലത് അതാണ്. നമ്മുടെ ഓളിയും ഒരു സ്ഥിരതയായിട്ട് വരികയും ചെയ്യും. ഓക്കെ, ദെൻ ഇനി എന്താണ് നമുക്ക് ഈ ബിസിനസിന്റെ ഒരു ബേസിക്സ് എന്താണ്? നമ്മുടെ ഈ ബിസിനസിന്റെ ബേസിക്സ് എന്താണെന്ന് വെച്ചാൽ 4 ബേസിക്സ് ആണ്. 4 കാലുകളാണ് ഈ ബിസിനസ് പിടിച്ചു നിർത്തുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ, ഒരു സസ്റ്റൈനബിൾ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട 4 ബേസിക്സ് ആണ്. 4 ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒന്ന്, മേക്ക് എ ലിസ്റ്റ്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഈ ബിസിനസ് പറയാൻ പറ്റിയ ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ദെൻ അവരെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം, ക്ഷണിക്കണം. അവരെ നമുക്ക് ഷോ ദ പ്ലാൻ കാണിച്ചു കൊടുക്കണം. ദെൻ ഫോളോ അപ്പ്. ആ പ്ലാൻ കാണിച്ചു കൊടുത്തതിന് ശേഷം അവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് നമ്മുടെ ഒരു ബിസിനസ് പാർട്ട്ണർ ആക്കിയിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, അത് നമുക്കൊന്ന് ഡീറ്റെയിൽ നോക്കാം. ഒന്ന്, ഹൗ ടു മേക്ക് എ ലിസ്റ്റ്. എങ്ങനെ നമുക്ക് ലിസ്റ്റ് എഴുതണം? മിക്ക ആളുകൾക്ക് ലിസ്റ്റ് എഴുതാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രീ ജഡ്ജ് ചെയ്യും. അവൻ ചെയ്യോ, ഇവൻ ചെയ്യോ. എന്തിനാ നമ്മൾ നോക്കണേ? നമ്മൾ ചോദിച്ചു നോക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് വേണോ? നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം വേണോ? നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ? സ്വന്തമായിട്ട് ഒരു കാർ വേണോ? സ്വന്തമായിട്ട് വീട് വേണോ? യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണോ? മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ ഇഷ്ടമാണോ? ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണോ? ഒരു ജനറേഷൻ ലോങ് ബിസിനസ് വേണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മൊബൈലിൽ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? എല്ലാവർക്കും ആവശ്യമാണ്. അവരിപ്പോൾ ഓടുന്നോക്കുന്നതിന് വേണ്ടി തന്നെയാണ്, അല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് ഈ ബിസിനസ്സിന് ആവശ്യമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എഴുതണം. അപ്പൊ ആദ്യം ലിസ്റ്റ് നമ്മൾ എഴുതൂ. അതിന് മുൻവിധികളൊന്നും വേണ്ട, എല്ലാവരുടെയും ലിസ്റ്റ് എഴുതും. കാരണം എത്രമാത്രം പവർഫുൾ ആയ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ അത്രമാത്രം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഒരു 5-6 പേരുടെ ലിസ്റ്റ് എഴുതിയാൽ അവരോട് പോയി തുടക്കത്തിൽ പോയി സംസാരിക്കുമ്പോൾ അവർ നോന്ന് പറഞ്ഞാൽ നമ്മളാകെ സ്റ്റക്ക് ആവും. മുമ്പിലേക്ക് വെക്കാൻ വേറെ വഴിയില്ല. ഒരു 100 പേരുടെ ലിസ്റ്റ് ഉണ്ട്, ഒരു 10 പേര് നോന്ന് പറഞ്ഞാലും നമ്മുടെ കോൺഫിഡൻസ് എന്താണ്? ഇനിയും 90 നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ പുതിയ ആൾക്കാർ പരിചയപ്പെട്ട് ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഡെയിലി 2 പേരെങ്കിലും നമുക്ക് ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. എങ്ങനെ ലിസ്റ്റ് എഴുതാം? ഒന്ന്, ഫ്രണ്ട്സ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെ? ഉള്ളവരുണ്ട്, പഴയവരുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് പണ്ട് പഠിച്ച ആൾക്കാരെയൊക്കെ നമുക്ക് റീയൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? അല്ലെങ്കിൽ അതുപോലെ റിലേറ്റീവ്സ് ഒരുപാട് എന്റെ ബന്ധുക്കാര്, എന്റെ വൈഫിന്റെ ബന്ധുക്കാര്, അമ്മയുടെ വീട്ടുകാര്, അച്ഛന്റെ വീട്ടുകാര്, ഇങ്ങനെ ഒരുപാടില്ലേ? ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പഠിച്ച സ്ഥാപനങ്ങൾ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അതുപോലെ ഈ കോണ്ടാക്ട്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ ഇന്റർനെറ്റിലല്ലേ, അല്ലേ? നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ആ രീതിയിൽ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരുടെ ഒരു കോണ്ടാക്ട്സ് നമുക്ക് ഉണ്ടാവും. അതുപോലെ നമ്മുടെ നൈബേഴ്സ്, നമുക്ക് ഒരുപാട് നൈബേഴ്സ് ഉണ്ടല്ലേ? നമുക്ക് നമ്മുടെ വൈഫിനും അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഡയറക്ടറി. സ്മാർട്ട് ഫോൺ ഏറ്റവും വലിയ ഡയറക്ടറി എന്താണ്? നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ്. എന്തോരം എത്ര നമ്പറുകളാണ്. അതുപോലെ സ്ട്രേഞ്ചേഴ്സ്. ഇതൊന്നുമില്ലെങ്കിൽ ഇത് നമുക്ക് ചിലപ്പോൾ ഒരു 10-200 പേരെ ലിസ്റ്റ് ഉണ്ടെന്ന് കരുതിക്കോളൂ. ബാക്കി വരുന്ന ആൾക്കാർ മുഴുവൻ സ്ട്രേഞ്ചേഴ്സ് അല്ലേ? പുതിയ ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, പരിചയപ്പെടുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഈ ബിസിനസ് കാണിച്ചു കൊടുക്കുക, അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. പേര് എഴുതുമ്പോൾ പേര്, പ്രൊഫഷൻ, പ്ലേസ് എന്ന രീതിയിൽ നമ്മൾ എഴുതുക. ഇത് എങ്ങനെയൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് വ്യക്തമായിട്ട് നമ്മൾ വിന്നിംഗ് ടീമിന്റെ നല്ല വീഡിയോസ് ഒക്കെ ഉണ്ട്, നമ്മൾ പഠിക്കണം. ഒരു മിനിമം ഒരു 100 പേരുടെ ലിസ്റ്റ് എങ്കിലും നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, ദെൻ ഇൻവിറ്റേഷൻ. നമ്മൾ അവരെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിക്കണം, ഇൻവൈറ്റ് ചെയ്യണം.
ഇവിടെയാണ് മിക്ക ആളുകൾക്കും ഒരു അഭിമാന ക്ഷതമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ബിസിനസ് പറയാൻ എന്തോ നമ്മൾ കുറ്റം ചെയ്യാൻ പോണ പോലെയോ അവരെ പറ്റിക്കാൻ പോണ പോലെയോ. അതിന് ഒരു കാരണമുള്ള സുഹൃത്ത്, അതിശക്തമായ ഒരു കാരണം നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ നമുക്ക് കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങളായിട്ട് തോന്നുള്ളൂ. പക്ഷെ ഞാൻ പോകുന്നത്, എൻ്റെ ഒരു കോൺഫിഡൻസ് ഇതാണ്, ഞാൻ ചെയ്യുന്നത് ഒരു സീരിയസ് ബിസിനസ് ആണ്, ഞാൻ ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ ബിസിനസ് ആണ്, ഞാൻ ചെയ്യുന്നത് ഒരു 20 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയുടെ ബിസിനസ് ആണ്, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഒരു 3000 കോടി ടേൺ ഓവർ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ആ ബിസിനസ് ഗൗതം ബാലി സാർ നമ്മൾ വിളിച്ചത് ബിസിനസ് പാർട്ട്നേഴ്സ് എന്നാണ്. അപ്പൊ ഞാൻ ആ ബിസിനസ് പാർട്ട്ണറാണ്. ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് അയാളുടെ ജീവിതം മാറ്റി മറിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ്. അപ്പൊ എന്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ വായോ എന്ന് പറഞ്ഞ ലാഘവത്തോട് തന്നെ വിളിക്കുക. എന്തിന് നമ്മൾ തല കുനിക്കണം? ഗവൺമെന്റ് അംഗീകരിക്കുന്ന തൊഴിലായ്മയ്ക്ക് പരിഹാരമായിട്ട് മാറുന്ന ഒരു ബിസിനസ്, ആ ഒരു അഭിമാന ബോധത്തോട് നമ്മൾ വിളിക്കാൻ വേണ്ടി പറ്റണം. കോൾ ദം, നമ്മൾ എഴുതിയ 100 ലിസ്റ്റ് കോൾ ദം ഫ്രം യുവർ ലിസ്റ്റ്, ആ ലിസ്റ്റ് എപ്പോഴും ആഡ് ചെയ്യണം. അവിടെ നിന്ന് നമ്മൾ അവർ വിളിക്കണം. നമ്മൾ ഈ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഫോൺ. ഫോണിലൂടെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ അവരെ ക്ഷണിക്കേണ്ടത്. ഒന്നെങ്കിൽ നമുക്ക് അവരെ പോയി കാണണം, അല്ലെങ്കിൽ അവരുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മളുള്ള സ്ഥലത്തേക്ക് അവരെ വിളിക്കണം. ദെൻ ഇൻവൈറ്റ് ദം ടു മീറ്റിംഗ്. മീറ്റിംഗിലേക്ക് അവരുമായി വിളിച്ച് സംസാരിച്ചതിന് ശേഷം നമ്മൾ മീറ്റിംഗിലേക്ക് എൻ്റെ ഇൻവൈറ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഹാവ് എ ഗുഡ് പോസ്റ്റർ. എപ്പോഴും നമുക്കറിയാലോ, ഫസ്റ്റ് ഇംപ്രഷൻ കനോട്ട് ബി റിപ്പീറ്റഡ്. ഒരിക്കലും നമുക്ക് ആദ്യത്തെ ഒരു ഇംപ്രഷൻ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, എനർജി ലെവൽ, നമ്മൾ മിതമായ രീതിയിൽ സംസാരിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാണ്ടിരിക്കുക, എപ്പോഴും ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ഒരു ബിസിനസ് ഒരു ബി പ്രൊഫഷണൽ എന്ന രീതിയിൽ. ഫോളോ ഇൻവിറ്റേഷൻ ടെക്നിക് ഇൻ കൺസൾട്ടേഷൻ വിത്ത് യുവർ ആക്റ്റീവ് അപ്ലൈൻ. നമ്മുടെ ലിസ്റ്റിൽ ആരെയാണോ വിളിക്കാൻ പോകുന്നത് അയാളെ എങ്ങനെ വിളിക്കണം എന്നുള്ളത് നമ്മുടെ ആക്റ്റീവ് അപ്ലൈൻ നമുക്ക് പറഞ്ഞു തരും അല്ലെ. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി ഒരുപാട് ഫോർമലായിട്ട് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ക്ലോസസ്റ്റ് ആയ ഫ്രണ്ടിനെ ഞാൻ വിളിക്കുകയാണെങ്കിൽ എനിക്ക് വിളിക്കുമ്പോൾ ഒരു സുമേഷ് എന്നൊരു ഫ്രണ്ട് ഉണ്ട്, എനിക്ക് ഈസി ആയിട്ട് സുമേഷ് എന്തൊക്കെ വിശേഷം, സുഖമായിട്ടിരിക്കണോ, ഓക്കെ എടാ ഞാൻ വിളിച്ചത് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. എടാ ഞാൻ നല്ലൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഒരു ഫ്യൂച്ചറിസ്റ്റ് പ്രോജക്റ്റ് ആണ്, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം, എപ്പോൾ കാണാൻ പറ്റും? എന്റെ ഫ്രണ്ടിനോട് അങ്ങനെ ചോദിച്ചാൽ പോരെ. പക്ഷെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അവർക്ക് പറയാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റുന്ന സമയം അവർക്ക് കേൾക്കാൻ പറ്റുന്ന സമയം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി കുറച്ചുകൂടി ഒരു അകന്ന ഒരാളോടെ പറയാം, അന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു സുമേഷ് ഒരു ചെയ്യുന്ന ജോലിക്ക് ഒരു അഡീഷൻ ഇംഗത്തെ പറ്റി ചിന്തിക്കണമെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നോ? അതിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, എപ്പോഴും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക? നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന രീതിയിൽ നമുക്കൊരു പല രീതിയിലും നമുക്ക് അത് ആ വ്യക്തി എന്താണെന്നോ അയാളുടെ ഫീഡ്ബാക്ക് കൊടുത്ത് നമ്മുടെ അപ്ലയൻസ് ആക്റ്റീവ് അപ്ലൈൻ അത് എങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞുതരും, അതുപോലെ സംസാരിക്കും. മിക്ക ആളുകൾക്കും ഈ ആവേശം മൂത്ത് നമ്മൾ ഈ ട്രെയിനിനല്ലാത്ത ചില വാക്കുകൾ, ഞാൻ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന വെസ്റ്റീജ് കമ്പനി പ്രോഡക്റ്റ് പരിപാടി സ്കീം അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ കേൾക്കാൻ വേണ്ടി വരുമ്പോൾ അവർ മുൻവിധിയായിട്ടിരിക്കും, അത് നടക്കണം പറ്റുക. അതുകൊണ്ട് ട്രെയിൻഡ് ആയിട്ട് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഓക്കെ. 3, ഷോ ദ പ്ലാൻ. സേ ദ പ്ലാൻ അല്ല, ഷോ ദ പ്ലാൻ. നമ്മൾ പ്ലാൻ കാണിക്കാൻ വേണ്ടി തയ്യാറാവണം. നമ്മൾ ഫോണിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്താൽ നമ്മളിത് ഷോ ദ പ്ലാൻ ആണ്. 4 രീതിയിൽ നമുക്ക് പ്ലാൻ കാണിക്കാം. 4 രീതിയിൽ. ഒന്നാമത് ഹോം മീറ്റിംഗ്. ഏറ്റവും എഫക്റ്റീവായ കാര്യമാണ് ഹോം മീറ്റിംഗ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ലെയർ കസ്റ്റമേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരു ഹോം മീറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി മീറ്റിംഗ്. അതുപോലെ നമുക്ക് ആ ഒരു ഹോം മീറ്റിംഗിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റാൻ വേണ്ടി വീക്ക്ലി മീറ്റിംഗ്സിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ 1-to-1 ഒരു വഴിയില്ലെങ്കിൽ നമുക്ക് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവരോട് പോയിട്ട് 1-to-1 സംസാരിക്കാം. അതുപോലെ സൂം മീറ്റിംഗ്. നമുക്ക് ഇന്ന് ഈ കമ്പനിക്ക് എവിടെയൊക്കെ ബിസിനസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ക്രൗൺ ഡയറക്ടർ ഷാജി സാറൊക്കെ ആ ദുബായിൽ സൂം മീറ്റിംഗിലൂടെയല്ല ഇത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമിനേക്ക് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ പ്ലാൻ കാണിക്കുമ്പോൾ കറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിരിക്കണം, നമ്മുടെ ഡ്രസ് കോഡ് കറക്റ്റ് ആയിരിക്കണം, ബി പ്രൊഫഷണൽ. നമ്മൾ ചെയ്യുന്ന ഒരു സീരിയസ് ബിസിനസ് ആണെന്ന രീതിയിൽ പ്രൊഫഷണൽ ആയിരിക്കണം. നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടാവണം, ഡെമോ ഉണ്ടാവണം. ആ ചെയ്യേണ്ട രീതിയിൽ നമ്മുടെ അപ്ലൈൻ പറയുന്ന വിന്നിംഗ് ടീം പറയുന്ന സിസ്റ്റമാറ്റിക് തന്നെ നമ്മളെ പ്ലാൻ കാണിക്കണം. അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും. 4, ഫോളോ അപ്പ്. എന്താണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ? ഒരാളുടെ കാര്യം പറഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ആ പ്ലാനിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. രണ്ടാമത് ഗീവ് ഫോളോ പാക്ക് ആഫ്റ്റർ ദ പ്ലാൻ. നമ്മൾ എപ്പോഴും പ്ലാൻ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫോളോ പാക്ക് ആയിട്ട് നമ്മൾ അവർ കൊടുത്തിട്ട് വന്നു. ഇപ്പൊ നമുക്ക് വിന്നിംഗ് ടീമിന് നല്ല പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് നല്ല ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കൊടുത്തിട്ട് വന്നാൽ അത് എടുക്കാൻ എന്ന രീതിയിൽ വേണ്ടി നമുക്ക് അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഡോണ്ട് എക്സ്പെക്ട് എ കോൾ ഫ്രം പ്രോസ്പെക്ട്. ഒരിക്കലും ആ പ്രോസ്പെക്ട് നമ്മൾ പ്ലാൻ പറഞ്ഞ സമയത്ത് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവർ ഒരിക്കലും നമ്മൾ തിരിച്ചു വിളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കല്ലേ. നമ്മൾ അവരെ വിളിക്കണം.
ഡു ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി അപ്ലൈൻ. ഈ ഫോളോ അപ്പ് എപ്പോഴും നമ്മുടെ അപ്ലൈന്റെ സഹായത്തോടുകൂടി ചെയ്യണം. കാരണം നമ്മൾ പ്ലാൻ കാണിക്കുന്ന സമയത്ത് അവർ ക്യൂരിയോസിറ്റി ഉണ്ട്, എല്ലാം അവര് വളരെ ആകാംക്ഷയോട് കേൾക്കും. പക്ഷെ നമ്മൾ പ്ലാൻ പറഞ്ഞതിന് ശേഷം അവർ ചിലപ്പോൾ ഇത് പലരോടും സംസാരിച്ചിട്ടുണ്ടാവും, പല നെഗറ്റീവ്സും കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ രണ്ടാമത് നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, വിളിച്ചപ്പോൾ സമയമില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ പണമില്ല എന്ന് പറയുന്നു. ഒരു 10-25,000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് ജീവിതത്തിൽ ഒരു സ്ഥലത്തും എത്താത്ത ഒരു വ്യക്തിയോട് ജീവിതത്തിൽ എല്ലാം രീതിയിലും നമുക്ക് വിജയിക്കാൻ പറ്റിയ ഈ പ്ലാൻ കാണിച്ചു കൊടുത്തിട്ട്, അത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, റിസ്ക് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ഞാനത് എൻ്റെ ഒരു പൈസ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മൈ ഡിഫറൻസ് ഒരു കാരണം കൊണ്ടുള്ളൂ, ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് മേക്ക് എ ട്രസ്റ്റ്. നമ്മൾ വീണ്ടും അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവർ വീട്ടിൽ പോയിട്ട് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അവർക്കൊരു വിശ്വാസം, നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും, എക്സാംസ് കാണിച്ചു കൊടുക്കണം, നമ്മുടെ വിന്നിംഗ് ടീമിന്റെ സക്സസ് പ്രൊഫൈൽ കാണിച്ചു കൊടുക്കണം. ആ വ്യക്തിയുടെ കാറ്റഗറിയിൽ ഒരുപാട് ആൾക്കാർ വിജയിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അപ്ലൈനെ എഡിഫൈ ചെയ്തുകൊണ്ട് അപ്ലൈനോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് അതാണ് അപ്ലൈന്റെ സഹായത്തോടെ ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് 4 ബേസിക്സ് എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക, ഈ ആളുകൾ വന്നാൽ എങ്ങനെയാണ് നമ്മളത് ജോയിൻ ചെയ്യിപ്പിക്കുക? ഇതാണ് വെസ്റ്റീജും വിന്നിംഗ് ടീം പറയുന്ന സ്ട്രക്ചർ. നമ്മൾക്ക് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത, നമുക്കൊരു 6 പേരെങ്കിലും നമ്മൾ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യണം സീരിയസ് ആയിട്ട്. നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് ഒരു 6 പേരെ കാണണം. കാരണം 6 പേരെ ബിസിനസ്സിലേക്ക് ക്വാളിഫൈ, ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോഴാണ് ക്രൗൺ ഡയറക്ടർ ആവുക, നമ്മുടെ എല്ലാ ഫണ്ടും കിട്ടുക. സോ നമ്മൾ ഇതുപോലെയാണ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ടത്. അത് എങ്ങനെ നമുക്ക് അത് വർക്ക് ചെയ്യണമെന്ന് നമ്മുടെ ആക്റ്റീവ് അപ്ലൈൻ പറഞ്ഞു തരുന്നുണ്ടാവും. എങ്ങനെയാണ് ജോയിനിങ് ഓപ്ഷൻ? ഏറ്റവും നല്ലത് ഒരാൾ വന്നാൽ ഒരു ഫാസ്റ്റ് ടാഗ് 8% ആയിട്ട് ജോയിൻ ചെയ്യുക. നമുക്കറിയാം 5%, 8% കേട്ടിട്ടുണ്ട് അല്ലേ? എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ 5% പക്ഷെ ഒരു 600 PB 18,000 രൂപയുടെ ബിസിനസ് എത്തുമ്പോഴേ 8% ആവുള്ളൂ. പക്ഷെ സിംഗിൾ മന്തിൽ ഒരാൾ ജോയിൻ ചെയ്ത് 300 PB നേർ പകുതി ചെയ്താലും ഫാസ്റ്റ് ട്രാക്ക് 8% ആവും. കമ്പനിയുടെ ഭാഗത്ത് നല്ല റെക്കഗ്നേഷൻ കിട്ടും, പിന്ന് കിട്ടും. ഒരു 974 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ചെറിയൊരു വരുമാനം അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. സോ അയാൾക്ക് ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് കിട്ടും. ഒന്നും പറ്റില്ലെങ്കിൽ മിനിമം ഒരു കൺസിസ്റ്റൻസി ഓഫറിലെങ്കിലും ഒരു നല്ലൊരു കസ്റ്റമർ ആയിട്ടെങ്കിലും നമുക്ക് അവരെ ജോയിൻ ചെയ്യും. ഇതാണ് ഏറ്റവും നല്ലൊരു ഒരു ജോയിനിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഹാവ് എ മെന്റർ. ഈ ബിസിനസ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമുക്കറിയാം ലോകത്തിലെ ഏത് വിജയിച്ച ആളുകൾ എടുത്താൽ നോക്കിയാലും അവർക്കൊരു മെന്റർ ഉണ്ടെന്നുള്ളതാണ്. സച്ചിന് ഒരു ശരിക്കും അവിടെ ഒരു കോച്ച് ഉണ്ട്, മമ്മൂട്ടിക്ക് ഒരു ഡയറക്ടർ ഉണ്ട്. അതുപോലെ ഏത് ബിസിനസ്സുകാർക്കും അവർക്ക് അവരുടേതായ ഒരു മെന്റർ ഉണ്ടാവും അല്ലെ? അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അവരെ കറക്റ്റ് ചെയ്യാനും അവരെ മോണിറ്റർ ചെയ്യാനും മെന്റർ വേണം. ഒരു ഗുരുസ്ഥാനീയനായ ഒരാൾ ഇവിടെ വേണം. അത് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ മെന്ററുമായിട്ട് നല്ലൊരു സബ്മിഷൻ വേണം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റേജ് ബിസിനസ്സിൽ നമ്മൾ കറക്റ്റ് ആണോ ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ വിന്നിംഗ് സിസ്റ്റം കറക്റ്റ് ആണോ ഫോളോ ചെയ്യുന്നത്, നമ്മൾ കറക്റ്റ് ആണോ, നമുക്ക് ആ ഒരു സബ്മിഷന് പറ്റിയ ഒരാള്. കൗൺസിലിംഗ്, അവരുമായിട്ട് നമുക്ക് പല രീതിയിലുള്ള നെഗറ്റീവ്സും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നല്ല കൗൺസിലിംഗ് വേണം. എല്ലാ മാസം ആദ്യം അവരുമായിട്ട് ഇരുന്ന് ആ മാസത്തെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ മാസത്തെ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞ മാസം നടന്ന നല്ല കാര്യങ്ങൾ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് നടക്കാത്തത്, ഇതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് ടാർഗറ്റ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അതുപോലെ പ്രോഗ്രസ് ചെക്ക്, എപ്പോഴും നമുക്കൊരു മാസം നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇത്ര PV ചെയ്യണം, ഇത്ര പൊസിഷൻ വരണം. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഓഫറിൽ 10ാം തീയതി ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത വോളിയം വന്നിട്ടുണ്ടോ? ഒരു 20ാം തീയതി ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റീപർച്ചേസ് ഓഫർ തീർന്നപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച വോളിയം വന്നിട്ടുണ്ടോ? പിന്നെ ഒരു 30ാം തീയതി ആകുമ്പോഴേക്കും പുതിയ ജോയിനിങ് ഒക്കെ വന്നിട്ടുണ്ടോ, നമ്മൾ ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു പ്രോഗ്രസ് ചെക്ക് എപ്പോഴും നമുക്കൊരു ആക്റ്റീവ് അപ്ലൈനും മെന്ററുമായിട്ട് വേണം. കാരണം ഇത് സെയിലാണല്ലോ, ഇത് ശരിക്കും പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യപ്പെടണം. അതിനെന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ വേണം. ഇത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ബിസിനസ് അല്ലേ? അപ്പൊ കമ്മ്യൂണിക്കേഷൻ വേണം. അത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ആക്റ്റീവ് അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻ എവറി ഡേ. രാവിലെ ഒരു മോർണിംഗ് കോൾ നമ്മുടെ ആക്റ്റീവ് അപ്ലൈനെ മെന്ററെ വിളിക്കുക, സർ ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനെങ്കിൽ ആൾ പറഞ്ഞു തരുന്നുണ്ടോ? പക്ഷെ വൈകുന്നേരം അത് റിപ്പോർട്ടിംഗ് കോളാണ്, എന്തായാലും ചെയ്യണം സർ, ഞാൻ ചെയ്ത കാര്യം ഇതാണ്. അപ്പോൾ കുറച്ച് നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് നമ്മൾ ചിന്തിക്കില്ല, നമ്മളൊരു തോൽവിയാണെന്ന് കരുതി നമ്മൾ ചിലപ്പോൾ ഇത് ഡെഡ് ആയി പോകും. ആദ്യം പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അത് വരാണ്ടിരിക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേഷനുള്ള എന്ത് കിട്ടും? അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കിട്ടുന്നുണ്ടാവും, നല്ല എനർജി കിട്ടും, നോളജ് കിട്ടും. അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വളരാനുള്ള സാധ്യത കൂടും. അതുപോലെ എഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മൾ എപ്പോഴും, ഞാൻ ആദ്യം പറയും, നമ്മളൊരു നെഗറ്റീവ്സും പറയുന്നത്, പക്ഷെ എപ്പോഴും എഡിഫൈ ചെയ്യണം. നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രിയെ, കമ്പനിയെ, അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകളെ, നമ്മുടെ അപ്ലയൻസിനെ നമ്മൾ എപ്പോഴും എഡിഫൈ ചെയ്യണം. നമ്മുടെ ക്രോസ് ലൈൻസിനെ, നമ്മുടെ ലവ് ലൈൻസിനെ, അതുപോലെ നമ്മുടെ ഡൗൺ ലൈൻസിനെ, ആരെന്ത് കണ്ടാലും, അതെന്ത് നല്ലത് കണ്ടാലും നല്ലതെന്ന് പറയാനുള്ള മനസ്സ് വേണം. അപ്രീഷിയേറ്റ് ചെയ്യണം. ആരുടെ ടീമും ആയിക്കോട്ടെ, നമ്മൾ എന്ത് നല്ലത് കണ്ടാലും അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക.
ഇനി നമ്മുടെ കൂടെ നിൽക്കുന്ന ടീമിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയാണ്ടിരിക്കുക. അവർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ട് കഴിയണമെന്ന് പറയാം. നല്ലത് കണ്ട പബ്ലിക്കായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളൊരു വിന്നിംഗ് ടീമിന്റെ സെർവറായിട്ട് മാറുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അതുപോലെ ഡെയിലി ആക്ഷൻ പ്ലാൻ. ഞാൻ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് എന്റെ ജോലിയിൽ എനിക്ക് ഇപ്പോൾ ഒരു മാനേജറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടാവും. രാവിലെ ഇന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യണം, വൈകുന്നേരം ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അവിടെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ആക്ഷൻ പ്ലാൻ ഇല്ലാത്ത ദിവസം എന്റെ ആ ദിവസത്തിന്റെ പേര് ലീവ് എന്നുള്ളതാണ്. ആ ആക്ഷൻ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ലീവാണ്, പൈസ കിട്ടത്തില്ല, അല്ലേ? ഇവിടെ നമ്മളെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് ആക്ഷൻ പ്ലാൻ കറക്റ്റ് ആവുന്നില്ല. അത് നമുക്ക് നമ്മുടേതായ ഒരു ആക്ഷൻ പ്ലാൻ വേണം. ഒരു ദിവസം ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 2 പ്ലാനെങ്കിലും കാണിക്കണം. ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തി ഒരു 4 പ്ലാനെങ്കിലും മിനിമം കാണിച്ചാലാണ് ഇതൊരു സീരിയസ് ബിസിനസ് എന്ന് പറയാൻ പറ്റും. അതുപോലെ കീപ് ഡ്രസ് കോഡ്, നല്ലൊരു ഡ്രസ് കോഡ്. ഇത് ശരിക്കും പറഞ്ഞ ഈ ബിസിനസിന്റെ ഒരു പ്രതീകമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെയാണ് നമ്മൾ കാണിക്കുന്നത്. ശരിക്കും ഈ ബിസിനസ് നമ്മളെയല്ലേ വിൽക്കുന്നത്. ഈ ബിസിനസ് നമ്മൾ വരാനുള്ള റീസൺ പറയുന്നു. നമ്മുടെ വേണ്ടപ്പെട്ട പ്രോസ്പെക്റ്റിനോട് നമ്മളെയാണ് കാണിക്കുന്നത്. നമ്മളിൽ മാറ്റം അത് ആദ്യം കാണിക്കുന്ന ഡ്രസ് കോഡാണ്. ആ ഡ്രസ് കോഡിലൂടെ നമുക്കൊരു നല്ലൊരു സെൽഫ് ഇമേജ് കിട്ടും. നമ്മളൊരു പ്രൊഫഷണൽ ബിസിനസ്സുകാരനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു ഡ്രസ് കോഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. കീപ് ഇന്റഗ്രിറ്റി. ഒരു ലീഡറിന്റെ ഏറ്റവും വലിയ കഴിവാണ് വാക്കും പ്രവർത്തിയും കറക്റ്റ് ആയിട്ടിരിക്കുക, സമയം പാലിക്കുക. നമ്മുടെ ഡൗൺലൈൻ എന്തായി മാറണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് ആദ്യം നമ്മളായിട്ട് മാറുക. അപ്പോൾ ഇന്റഗ്രിറ്റി പാലിക്കുക. അതുപോലെ ടേക്ക് റെസ്പോൺസിബിലിറ്റി ആണ് ഓണർഷിപ്പ്. ഇത് ആരുടെ ബിസിനസ് ആണ്? ഇത് നമ്മുടെ ബിസിനസ് ആണ്. ഇതിന്റെ ഓണർഷിപ്പ് ആരാണ്? നമുക്കാണ്. എന്ത് കാര്യങ്ങളും ആരും ചെയ്ത് കാത്തിക്കേണ്ട കാര്യമില്ല. അത് ആദ്യം നമ്മൾ ചെയ്യുക. ഇത് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. ഇത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഓർത്തെടുക്കുക. പരാതികൾ പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ ബി എ പ്രസന്റർ. ഈ ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കഴിവ് എന്താണ്? നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തിയോട് വ്യക്തമായിട്ട് ഈ പ്ലാൻ പറഞ്ഞു കൊടുക്കുക, പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ഇത് പ്രസന്റ് ചെയ്യാൻ പഠിക്കാതെ ഒരിക്കലും നമുക്ക് വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗുണം ഇത് പഠിച്ചുകൊണ്ട് വരണ്ട, ഇവിടെ പഠിച്ചിട്ട് വന്നാൽ മതി. എപ്പോഴും നമ്മളൊരു 10 പ്ലാൻ എടുക്കാൻ പോകുമ്പോൾ അപ്ലൈ നിന്ന് പഠിക്കാം, ഫോം മീറ്റിംഗ് നമുക്ക് പഠിക്കാം. വീക്ക്ലി സിഇഒകൾ പല രീതിയിലുള്ള ലീഡേഴ്സ് പല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടേതായ ശൈലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ പ്രൊമോട്ടർ, ബി എ പ്രൊമോട്ടർ. എല്ലാത്തിന്റെയും പ്രൊമോട്ടറായിട്ട് മാറുക. ഫംഗ്ഷൻസ് പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന മാത്രമല്ല അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറണം. അപ്പോഴാണ് റിയൽ ലീഡറായിട്ട് മാറുക. അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്ഡേറ്റ് ബാങ്ക് ആൻഡ് പാൻ ഡീറ്റെയിൽസ്. ഇത് ഒരിക്കലും നമ്മുടെ അപ്ലൈൻ്റെ ഉത്തരവാദിത്തമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ആദ്യമായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ ഈ ബിസിനസ്സിൽ വരുമാനം കിട്ടണമെങ്കിൽ ആ ബാങ്കും പാനും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് കറക്റ്റായിട്ട് കൊടുക്കണം. ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ബാങ്കിലും പാനിലുള്ള പേര് തന്നെയാണോ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെ തന്നെ ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ നോ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് പ്രോഡക്റ്റ്. ഒരിക്കലും DLCP പോയിട്ട് കടം തരാമെന്നും ചോദിക്കില്ല. എൻ്റെ അപ്ലൈൻ്റെ കയ്യിൽ നിന്നോ DLCP ഒന്നും കടം മേടിക്കരുത്. ഇത് ക്യാഷ് ആൻഡ് ക്യാരി ബിസിനസ് ആണ്, അല്ലേ? ആമസോണിൽ ആരെങ്കിലും കടം പറയാറുണ്ടോ? ഫ്ലിപ്കാർട്ടിൽ ആരെങ്കിലും കടം പറയാറുണ്ടോ? ഒരു സൂപ്പർ മാർക്കറ്റിൽ കടം പറയാറുണ്ടോ? അതുകൊണ്ട് അത് വളർന്നു പോണത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വർക്കിച്ചേട്ടൻ്റെ കടയിൽ മുഴുവൻ പോയി കടം പറയുന്നു. പുള്ളി കടം കടത്തിന്റെ കൂടാണ് 200 രൂപേന്റെ ബുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി കോടീശ്വരന്റെ ഭാഗത്ത്, അല്ലേ? അപ്പൊ നമ്മൾ കടം പറയരുത്, കാരണം അത് ശരിയായ ഒരു ബിസിനസ് അല്ല. ദെൻ നെവർ അലോ മണി ട്രാൻസാക്ഷൻ ഇൻ യുവർ ടീം. നമ്മുടെ ടീമിൽ ഒരിക്കലും ഈ പണത്തിന്റെ ട്രാൻസാക്ഷൻ പാടില്ല. ബന്ധങ്ങൾ കളയും. ഡൗൺലൈൻ അപ്ലൈനോട് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊക്കെ നമ്മുടേതായ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചെലവുകൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ, ഒരു ടീമായിട്ടാണ് യാത്ര ചെയ്യണമെങ്കിൽ അപ്ലൈനും ഡൗൺലൈനും ഉണ്ടാവും. ഈക്വൽ ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാൽ അത് ടീമായിട്ട് പോയാൽ അപ്ലൈനും ഡൗൺലൈനും ഉണ്ടാവും. അത് അപ്ലൈൻ കൊടുക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ, ഇന്ന് നമ്മൾ ഡൗൺലൈൻ ആണ്, നാളെ നമ്മൾ അപ്ലൈൻ ആകുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അത് സിസ്റ്റമാറ്റിക് അല്ല. അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ സെൽഫ് ഇമേജ് കൂടും. ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്നു. അത് നല്ലതല്ലേ? ഓക്കെ. ബി എ പ്രൊമോട്ടർ ഓഫ് ഓൾ ഓഫേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ബെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഒരു കാരണങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്, അല്ലേ? ഫസ്റ്റ് പർച്ചേസ് ഈ മാസം 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തല്ലേ ഒരു ഡിഷ് വാഷ് അല്ലെങ്കിൽ ആംല ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇത് പറയുമ്പോൾ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള 2500 എന്ന് പറയുമ്പോൾ നേരെ കൺസിസ്റ്റൻസി ഓഫറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ കൺസിസ്റ്റൻസി ഓഫർ നമ്മൾ വ്യക്തമായിട്ട് പറയണം. 4 മാസം പർച്ചേസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും, 60 PVക്ക് പർച്ചേസ് ഇങ്ങനെ കിട്ടും. റീപർച്ചേസ് ഓഫർ എന്തൊരു അമേസിംഗ് ആണല്ലേ. ഈ മാസം 1400 പർച്ചേസ് ചെയ്താൽ 2 സോപ്പ് ഫ്രീ. ഈ മാസം വേറെ സോപ്പ് മേടിക്കേണ്ട കാര്യമുണ്ടോ? 1900 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് പാക്ക് ഫ്രീ. 2900 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഒന്ന് ആന്റി ഏജിങ് ക്രീം അല്ലെങ്കിൽ ഒരു പാക്കറ്റ് പേസ്റ്റ് ഫ്രീ. ഒരു മാസത്തേക്കല്ലേ നമ്മളൊരു പേസ്റ്റ് ബ്രഷ് ഫ്രീ, ഒരു ബ്രഷ് ഉപയോഗിക്കേണ്ടത്. അത് പതിഞ്ഞു പോകാതെ ഉപയോഗിക്കണം. അപ്പൊ ഈ മാസം നമ്മുടെ ഫാമിലിയിൽ 4 പേർക്കും ബ്രഷ് ഉപയോഗിച്ചുകൂടെ?
4500 പർച്ചേസ് ചെയ്താൽ നീം ഫ്രീ. നീമിന്റെ ഗുണങ്ങൾ പറയണം. രക്തം ശുദ്ധീകരിക്കാൻ നല്ലതാണ്, സ്കിന്നിന് ക്ലാരിറ്റി വരും, നല്ല എന്താ പറയാ ആന്റി ബാക്ടീരിയൽ ഫംഗസ് ആണ്, ഡയബറ്റിനെ കൺട്രോൾ ചെയ്യും, വരാണ്ടിരിക്കും നല്ലതാണ്. അപ്പൊ അവരൊന്നും മേടിക്കത്തില്ലേ? അഗ്രി പ്രോഡക്റ്റുകൾ ഫ്രീ, ഇങ്ങനെയുള്ള. അതുപോലെ റീപർച്ചേസ് ഓഫറും സ്പെഷ്യൽ ഓഫേഴ്സും V20 ഓഫേഴ്സിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ പർച്ചേസ് ഓഫർ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കാരണങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ബി എ റോൾ മോഡൽ. ഈ ബിസിനസ് റോൾ മോഡൽ നമ്മളായിട്ട് മാറണം, വേണ്ടേ? നമ്മുടെ ബിസിനസ് നമ്മളാണ് റോൾ മോഡൽ. ഇത് നമ്മുടെ ബിസിനസ് ആണ്, നമ്മുടെ സ്വപ്നങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളെക്കാളും ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഒരു ലീഡേഴ്സിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വലിയൊരു എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? ഓർണോ? അപ്പൊ എന്ത് അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളൊരു ചില്ല് കൂട്ടിലാണെന്ന് കരുതണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേൾക്കും, പക്ഷെ അവരെ അനുസരിക്കണമെങ്കിൽ, അവർ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രസ്റ്റ് വേണം. ആ മാറ്റം നമ്മൾ കാണാൻ പറ്റണം. വാക്കും പ്രവൃത്തിയും കറക്റ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ദെൻ ഇത്ര നേരം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി 3 കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം ഇതാണ്: നെവർ കമ്മ്യൂണിക്കേറ്റ് നെഗറ്റീവ് ടു എനിവൺ. ആരോടും ഒരു നെഗറ്റീവ് പറയല് സുഹൃത്തുക്കളെ. കാരണം നെഗറ്റീവ് പറയുമ്പോൾ ആദ്യം കേൾക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മൾ നന്നാവില്ല, അവരും നന്നാവില്ല. അപ്പൊ എന്തിലും നല്ലത് കണ്ട് സംസാരിക്കുക. അത് നമ്മുടെ അപ്ലൈനോടാണെങ്കിൽ രാവിലെ വിളിച്ചിട്ടുള്ള നെഗറ്റീവ്സ് പറഞ്ഞിട്ട് കാര്യമുള്ള കാര്യമല്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഡൗൺ ലൈൻസിനോട് ഒരിക്കലും പറയാൻ പാടില്ല. ഒരിക്കലും ഒരു ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ പാടില്ല. എന്തിനാണ്? എന്റെ ബിസിനസ് വളരണമെന്ന് ആ കൂടി ആഗ്രഹിക്കുന്ന എന്റെ അപ്ലൈൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും അതിനെ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് ഗുണമുള്ള കാര്യമല്ല. പക്ഷെ വിൻ ടീമിന്റെ കൾച്ചർ കൊണ്ട് നമ്മൾ ശരിക്കും നല്ലൊരു വിൻ ടീം സെർവർ ആയതുകൊണ്ട് ചെയ്യുന്നു. എന്നാലും ഒരു ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമില്ല. ഓക്കെ, നെവർ ഫെയിൽ ടു ചെക്ക് യുവർ എവറി ആക്ഷൻ വിത്ത് യുവർ ആക്റ്റീവ്. എന്ത് കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ, എന്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും നമ്മുടെ ആക്റ്റീവ് അപ്ലൈനുമായിട്ട് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയാണ്, നമ്മുടെ സമയവും എഫർട്ടും കളയാണ്ടിരിക്കാൻ വേണ്ടിയാണ്, നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേണം. കാരണം തെറ്റുകൾ ചെയ്ത് നമുക്ക് നെഗറ്റീവ് ആവാണ്ടിരിക്കും, നമ്മൾ സമയം കളയാണ്ടിരിക്കും, പണം കളയാണ്ടിരിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് സമയമൊന്നും കളയാതെ, കാരണം അവരൊക്കെ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പൊ എന്ത് കാര്യങ്ങളൊന്നും അപ്ലൈനോട് ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും നല്ലതാണ്. അതുപോലെ നെവർ മെസ്സപ്പ് വിത്ത് ഫാമിലി ആൻഡ് മണി. ഒരിക്കലും നമ്മുടെ കുടുംബ ബന്ധങ്ങളും പൈസയും ഒക്കെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നശിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുത്, അല്ലേ? നമ്മളിതൊരു ഫാമിലി ഓറിയന്റഡ് ബിസിനസ് ആണ്. നമ്മുടെ ലാസ്റ്റ് ബ്രീത്ത് വരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ബിസിനസ് ആണ്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അത് മാന്യമായിട്ട് പെരുമാറാനും അവരെന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കാനും, ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും ചില കാര്യങ്ങൾക്ക് ഒരു പരിമിതി വെച്ചുകൊണ്ട് നമ്മുടെ സംസാരത്തിനും, അതുപോലെ നല്ലൊരു ഗുഡ് ലിസണറൊക്കെ ആയിട്ട് മാറും. എപ്പോഴും നമ്മൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ അറിവ് മാത്രമേ പറയുള്ളൂ. അവർ പറയണ കേട്ടാൽ അതും കൂടി കേൾക്കാൻ പറ്റും, സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും, കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട്, ഈ എന്താ പറയാ, പണമിടപാടൊന്നും ഇല്ലാതെ നല്ലൊരു കൾച്ചറായിട്ടുള്ള ഒരു ഡിവൈനിറ്റി ഉള്ള ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. സോ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഓൺ ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഗോ ക്രൗൺ, ലക്ഷങ്ങൾ വരുമാനം മേടിക്കുക, കമ്പനിയുടെ എല്ലാ ഫണ്ടും മേടിക്കുക, വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ സ്പോൺസർ സുരേഷ് സാറിനോടും, ഈ ഇവിടെ നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. എൻ്റെ എന്താ പറയുക, നമ്മുടെ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന വിന്നിൻ ടീമിൻ്റെ കുറേ ലീഡേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ ജ്യോതിഷ് കുമാർ സാറിനും, അതുപോലെ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ല മാത്രം സംഭവിക്കട്ടെ. നമ്മൾ 2025 എന്നൊരു വർഷത്തിലേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. കമ്പനി വളരെ പ്ലാനിങ്ങിലാണ്, വിന്നിൻ ടീം വളരെ പ്ലാനിങ്ങിലാണ്. അപ്പൊ നമ്മളും അതിനോടൊപ്പം തന്നെ നിൽക്കുക. കാരണം ഏറ്റവും നല്ല സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഏറ്റവും ഗ്രോത്ത് ഫേസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ലേ, ശരിയായ ബിസിനസ് ശരിയായ സമയത്ത് ശരിയായ ആളുകളുടെ ഒപ്പം ചെയ്യുക എന്നുള്ളത് ബിസിനസ് സീക്രട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ശരിയായ സമയത്താണ്, ശരിയായ ആളുകളുടെ ഒപ്പമാണ്, ശരിയായ സമയവും ബിസിനസ് ഒക്കെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, ഇത് ശരിയായ ബിസിനസ് ആണെന്നും ശരിയായ സമയമാണെന്നും ശരിയായ ആളുടെ ഒപ്പമാണെന്നും ഇത് എനിക്ക് പറ്റിയ ബിസിനസ് ആണെന്നും തിരിച്ചറിയുന്ന വ്യക്തി അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിഷ് യു വെൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.